സിനിമാ തിരക്കഥയുടെ ഭാഗമായി വില്ലന്മാരുണ്ടാകാം. പക്ഷേ സിനിമാ വ്യവസായത്തിൽ വില്ലന്മാരുടെ സാന്നിധ്യം പാടില്ല. സിനിമക്കുള്ളിൽ സിനിമാ കഥയെ വെല്ലുന്ന തിരക്കഥകൾ പാടില്ല. സിനിമക്കുള്ളിലെ ചൂഷണം, അത് ലൈംഗികമായ ചൂഷണമാണെങ്കിലും സാമ്പത്തികമായതാണെങ്കിലും മാനസിക ചൂഷണമാണെങ്കിലും ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്: ചൂഷണം ചെയ്യപ്പെടുന്നവരോടൊപ്പമാണ് സർക്കാർ ഉണ്ടാവുക. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയ ഏതെങ്കിലും വനിത പരാതി നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്നാൽ സർക്കാരിൽ നിന്ന് ഉചിതമായ ഇടപെടലുണ്ടാവും. എത്ര ഉന്നതനായാലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന് മുന്നിലെത്തിക്കും. അതിൽ ഒരു തരത്തിലുള്ള സംശയവും ആർക്കും വേണ്ടതില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിൽ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാകെ സമഗ്രമായാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ. രാജ്യ ചരിത്രത്തിലാദ്യമായി ഇങ്ങനെയൊരു കമ്മീഷനെ വെക്കാൻ അദ്ദേഹത്തിൻ്റെ ആദ്യ സർക്കാർ എന്തുകൊണ്ട് തയ്യാറായി? റിപ്പോർട്ട് സമർപ്പിച്ച ഹേമ കമ്മിറ്റി മൊഴി നൽകിയവരുടെ സ്വകാര്യതയ്ക്ക് നൽകിയ ഊന്നലിനെപ്പറ്റി പറഞ്ഞു. ജസ്റ്റിസ് ഹേമ തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നൽകിയ കത്ത് വായിച്ചു. കേസെടുത്ത് അന്വേഷിക്കണമെന്ന ശുപാർശ ഹേമ കമ്മിറ്റി നൽകാത്തത് ചൂണ്ടിക്കാട്ടി. സിനിമാ മേഖലയുടെ ഇപ്പോഴത്തെ അപചയം മേലിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നടപടികളിലാണ് ഹേമ കമ്മിറ്റി ഊന്നൽ എന്നതും മുഖ്യമന്ത്രി വിശദീകരിച്ചു. പക്ഷേ അപ്പോഴും വ്യക്തമായ മുന്നറിയിപ്പാണ് സിനിമാ വ്യവസായത്തിലെ വില്ലന്മാർക്കും ചൂഷകർക്കും അദ്ദേഹം നൽകിയത്. ഏതെങ്കിലും വനിത പരാതി നൽകാനോ പറയാനോ മുന്നോട്ട് വന്നാൽ ഉചിതമായ നടപടി ഉണ്ടാകും, എത്ര ഉന്നതനായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി പിണറായി പറയുമ്പോൾ അതിലൊരു ബോധ്യം, വിശ്വാസം കേൾക്കുന്നവർക്കുണ്ട്. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ സമീപകാലത്ത് അത്രയധികം കേസുകൾ എടുത്തിട്ടുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചനയും അന്വേഷിച്ച് ഒരു കാലത്തെ ജനപ്രിയ നായകൻ ദിലീപ് പ്രതിയായി നിൽക്കുന്നതും നമ്മുടെ കൺമുന്നിലാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് സർക്കാരിലും മുഖ്യമന്ത്രിയിലും വിശ്വാസമുണ്ടെന്ന് WCC പറയുന്നത്. റിപ്പോർട്ട് വന്ന ശേഷം എടുത്ത നടപടികളും ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും വിശദീകരിക്കുമ്പോൾ നാടിനു വേണ്ടത് രാഷ്ട്രീയ മാധ്യമ വിവാദമാണോ? ചെയ്യുമെന്ന് സർക്കാർ ഉറപ്പു പറയുന്ന കാര്യങ്ങൾ വിലയിരുത്തുകയല്ലേ വേണ്ടത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് വ്യാപക സ്വീകാര്യത കൈവരുമ്പോൾ അതിന് പാകമായ പൊതു ചർച്ചയല്ലേ ഉണ്ടാവേണ്ടത്? ഇപ്പോഴും മൗനം പാലിക്കുന്ന സിനിമാ സംഘടനകളെ ചൂണ്ടിയല്ലേ ചർച്ചകൾ നടക്കേണ്ടത്, ചർച്ചകൾ ഉണ്ടാവേണ്ടത്? ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് വിനു കിരിയത്തേഴ്സ്, തിരക്കഥാകൃത്ത്. സോണിയ തിലകൻ്റെ മകളാണ്. ചർച്ചയുടെ ഇടയിൽ പങ്കുചേരാം എന്നാണ് അറിയിച്ചിട്ടുള്ളത്, ഇപ്പോഴില്ല. അഡ്വക്കേറ്റ് K അനിൽകുമാർ, CPIM. ദീപ അനിൽ, കോൺഗ്രസ്. ദീപ, ഈ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിയും പ്രതിപക്ഷവും ഉന്നയിച്ച ചില സംശയങ്ങളോ ചില വിമർശനങ്ങളോ ഉണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതൊക്കെ നിലനിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം വന്നിട്ടുള്ളത്. ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ വളരെ സമഗ്രമായി തന്നെ ഇതിൻ്റെ എല്ലാ സാഹചര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിലൂടെ ചെയ്ത കാര്യങ്ങളും ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും അതിലെ മുന്നറിയിപ്പിൻ്റെ സ്വരവും സ്വഭാവവും ഹേമ കമ്മിറ്റിയുടെ ഊന്നലും അവർ തന്നെ അതിൽ സർക്കാരിനോട് വ്യക്തതയോടെ നിരന്തരം ആവശ്യപ്പെട്ടതും മൊഴി നൽകിയവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തേണ്ടതിൻ്റെ അനിവാര്യതയും സുപ്രീം കോടതി പ്രിൻസിപ്പിൾസ് അനുസരിച്ച് തന്നെയാണ് നിരവധി വിധികളും സുപ്രീം കോടതി ഡയറക്ഷൻസും ഒക്കെ പാലിച്ചാണ് ഈ കമ്മിറ്റി തന്നെ പ്രവർത്തിച്ചിട്ടുള്ളതെന്നും അതുകൊണ്ട് തന്നെ ആ സ്വകാര്യത പാലിച്ചു മാത്രമേ തുടർ നടപടികളിലേക്ക് പോകാവൂ എന്ന് രേഖാമൂലം അവർ നൽകിയതുമെല്ലാം മുഖ്യമന്ത്രി സംസാരിക്കുകയുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ചെയ്യാൻ പോകുന്ന നടപടികൾ ഇല്ലാതാവുന്നില്ല. അത് മുന്നോട്ട് തന്നെ പോകും. അത് എന്തൊക്കെയാണ് എന്ന് സൂചിപ്പിച്ചു, ചെയ്തതെന്താണെന്ന് സൂചിപ്പിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, അല്ലെങ്കിൽ ചോദിക്കാൻ വന്നത്, ഈ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ ഒരു വളരെ ഗുണപരമായ പൊതു ചർച്ചയാണ് ഉണ്ടാവേണ്ടത്, യാതൊരു തർക്കവുമില്ല. അത്തരമൊരു സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന് ബോധ്യമാവുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് കുറച്ചുകൂടി കാത്തിരിക്കാനും മറ്റും സന്നദ്ധമാണോ, തയ്യാറാണോ മുഖ്യമന്ത്രി പറഞ്ഞത് വെച്ച് നോക്കിയാൽ? ശരത്, ഗുണപരമായ ചർച്ച ഉണ്ടാവണം, ഗുണപരമായ മാറ്റം സിനിമാ മേഖലയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ അപജയത്തിൽ നിന്നും ഗുണപരമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാകണമെന്ന് തന്നെയാണ് പ്രതിപക്ഷവും ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടി ഒത്തൊരുമിച്ച് പോകാൻ തയ്യാറുമാണ്. പക്ഷേ ഇവിടെ ഏറ്റവും വലുതായി ഉയർന്നു വരുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ 4.5 വർഷം മുൻപ് കിട്ടിയ ഒരു റിപ്പോർട്ട് ഇത്രയും കാലം പൂഴ്ത്തിവെച്ചതാണ് ഇന്ന് ഈ ഗവൺമെൻറ്റിനെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത്.
അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചിന്തിച്ചാൽ മനസ്സിലാകുന്നതാണ്. കാരണം ഈ 4.5 വർഷത്തിനിടയ്ക്ക് തന്നെ നമുക്കറിയാം, ഇപ്പോൾ ഈ 1-2 വർഷത്തിനിടയ്ക്ക് തന്നെ നമ്മൾ കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള കാര്യങ്ങൾ സിനിമാ മേഖലയിലുണ്ടെന്ന് പറഞ്ഞിട്ട് പല സ്ത്രീകളും രംഗത്ത് വന്നിരുന്നു. ആ സമയത്ത് പോലും ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഈ റിപ്പോർട്ട് ഇരിക്കുകയാണ്. എന്നിട്ടും അതിനെതിരെ ഈ ഒരു റിപ്പോർട്ട് എടുത്ത് അത് പുറത്തു കൊണ്ടുവരുന്നതിനോ അല്ലെങ്കിൽ ഇതിന്മേലൊരു ചർച്ച കൊണ്ടുവരുന്നതിനോ ഇതുപോലെ ഒരു വെളിപ്പെടുത്തലിനോ ഒന്നും ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. അവിടെയാണ് ഗവൺമെന്റ് പ്രതിക്കൂട്ടിലാവുന്നത്. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പറയാനാവുമോ ദീപ, ജസ്റ്റിസ് ഹേമ തന്നെ കൊടുത്ത രേഖാമൂലം കൊടുത്ത കത്തുണ്ട്, വിവരാവകാശ കമ്മീഷന്റെ ഇടപെടലുണ്ട്. ഈ കത്ത് ആ നിലയിൽ പ്രസിദ്ധീകൃതമല്ല, പ്രസിദ്ധീകരിക്കാനാവില്ല എന്ന നിലയിൽ. പിന്നീട് കോടതിയുടെ ഇടപെടൽ വന്നപ്പോഴല്ലേ ഇത്. അപ്പോൾ എന്ന് പറഞ്ഞാല് ഇപ്പൊ കോടതിയുടെ ഇടപെടൽ ഉണ്ടായില്ലായിരുന്നു എങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോഴും വെളിച്ചം കാണില്ലായിരുന്നു. പിന്നെ ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരണ്ട എങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു കമ്മിറ്റിയെ വെച്ചതും ഇങ്ങനെ ഒരു റിപ്പോർട്ട്, ഈ ഒരു അന്വേഷണം നടത്തിയതും ഇങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയതും എന്തിനാണ്? എന്നിട്ട് നടപടി എടുത്തോ? 4.5 വർഷമായിട്ട് എന്ത് നടപടിയാണ് എടുത്തത്? അപ്പോ ഇപ്പോൾ പോലും സമ്മർദ്ദത്തിന്റെ മേലാണ് കോടതി വിധി വന്നിട്ട് പോലും അത് വീണ്ടും പലതരത്തിൽ ഒരു സംശയം. ഇപ്പൊ ദീപ കോൺഗ്രസ് പാർട്ടിയിലെ പ്രതിപക്ഷത്തെ ഒരു വനിതാ നേതാവാണല്ലോ. ജസ്റ്റിസ് ഹേമയുടെ കത്ത് സർക്കാരിന് മുമ്പാകെ വരുന്നു. സ്വകാര്യത നിർബന്ധമാണ്. ഈ അപജയങ്ങൾ ഭാവിയിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ട ശുപാർശകളാണ് ആ കമ്മിറ്റി മുന്നോട്ട് വെച്ചത്. അത് പാലിച്ചു പോകണം എന്ന് പറയുന്നു. സർക്കാർ അത് മാനിച്ചു. വിവരാവകാശ കമ്മീഷൻ പറഞ്ഞു ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയില്ല. അത് 2020 ശ്രദ്ധിക്കും ഒരു നിമിഷം. പിന്നീട് ഓവർ റൂൾ ചെയ്തുകൊണ്ട് ഒരു ഓർഡർ വരുന്ന 2024 ഇതിനിടയിൽ നിങ്ങളിപ്പോൾ ഈ വലിയ ആത്മരോഷം പ്രകടിപ്പിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് എന്തേ ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ അല്ലെങ്കിൽ അതിന്മേൽ ബന്ധപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾ ആരും തയ്യാറായില്ല? അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 2024 ഈ നിലയിൽ ഒരു വിഷയം പുറത്തു വരുന്നതിന് ആധാരമാകും വിധം വിവരാവകാശ കമ്മീഷൻ ഓവർ റൂൾ ചെയ്തൊരു ഓർഡർ വരുമ്പോൾ അതിലെ ആദ്യ കോപ്പി കിട്ടിയത് കൈരളി ന്യൂസിനാണ്. എന്തുകൊണ്ടാണെന്നറിയുമോ? കൈരളി ന്യൂസിലെ മാധ്യമപ്രവർത്തകൻ അതുമായി ബന്ധപ്പെട്ട് കൊടുത്ത ആദ്യ അപേക്ഷ ആ നിലയിൽ അങ്ങനെ ശ്രദ്ധിച്ചതുകൊണ്ടാണെന്നേ. അപ്പൊ ഇതിനകത്തൊക്കെ മൂടി വെക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വല്ലതും സംഭവിക്കുമോ ദീപ? നിങ്ങൾ ആരും നീങ്ങിയിട്ടില്ല എന്ന് കൂടി ഓർക്കണം. ഈ ഒരു ഹേമ കമ്മിറ്റി, ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയെ രൂപീകരിക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു സാഹചര്യം? യുവനടി വഴിയിൽ വെച്ച് വാഹനത്തിൽ വെച്ച് പീഡിപ്പിക്കപ്പെടുന്നു. അതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ വരുന്നു. WCC എന്നൊരു സംഘടന ഇതിലെ ഗൂഢാലോചനയെ കുറിച്ചിട്ട് പലരും തെളിഞ്ഞും ഒളിഞ്ഞും പല കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പഠിക്കണമെന്ന്. അതിന് ഞാൻ ചോദിക്കട്ടെ, ഈ റിപ്പോർട്ട് കയ്യിലിരിക്കണം. എന്തായാലും ഈ റിപ്പോർട്ട് ഇങ്ങനെ മേടിച്ച് വെറുതെ വെക്കുകയല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റിപ്പോർട്ടിന്റെ ആവശ്യമില്ലല്ലോ. ഇതെന്തായാലും ബന്ധപ്പെട്ടവർ വായിച്ചുണ്ടാവുമല്ലോ. സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇത്രയധികം, ഞാൻ ചോദിക്കും, ഇത്രയധികം അട്രോസിറ്റീസ് ഈ വനിതകൾക്ക് നേരെ ഈ ഒരു മേഖലയിൽ നടക്കുന്നുണ്ട്, ചൂഷണം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ, മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള സാമൂഹ്യ വിപത്തുകളുടെ കേന്ദ്രമായിട്ട് നമ്മുടെ സിനിമ മാറുന്നു എന്ന ഭീകരമായിട്ടുള്ള ഒരു റിപ്പോർട്ട് നടപടിയാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി, ആഭ്യന്തര പരാതി പരിഹാര സെൽ സിനിമകളിൽ വന്നില്ലേ? ഞാൻ കേൾക്കുകയായിരുന്നല്ലോ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു ക്ഷമ കൂടെ ഷർത്ത് കാണിക്കും. ഞാനതാണ് ദീപ ഞാൻ പറഞ്ഞത്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്ത് തന്നെ ആവർത്തിക്കുകയാണ്. മുഖ്യമന്ത്രി ഇന്ന് ഒരു നിലപാടെടുത്തു. മുഖ്യമന്ത്രി പറഞ്ഞു ചില സ്റ്റെപ്സ് ഉണ്ടായി. നിങ്ങൾ തർക്കിക്ക്. ഒരു നടപടിയെങ്കിലും എടുത്തിട്ടുണ്ടോ? പറയാൻ സമ്മതിക്ക്. വിവിധ സിനിമാ നടികൾ വന്നിട്ടുണ്ട്. കാസ്റ്റിംഗ് വെളിപ്പെടുത്തി മുഖ്യമന്ത്രി പറഞ്ഞു ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി, ആഭ്യന്തര പരാതി പരിഹാര സെൽ, ഈ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം കേരളത്തിലെ സിനിമാ രംഗത്ത് നടപ്പായി. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു വലിയ മാറ്റമാണ്. അതിനെക്കുറിച്ചിട്ടുള്ള വെളിപ്പെടുത്തൽ വന്നല്ലോ. ആ ഒരു ICCയിൽ കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ വേട്ടക്കാരുടെ കയ്യിലേക്കാണ് എത്തുന്നതെന്നും അവിടെ നിന്ന് വീണ്ടും വിധേയരാകുന്നു എന്നുള്ളതാണ്. WCC എന്ന് പറയുന്ന സ്ത്രീകൾ നൽകിയ
അവസരങ്ങൾ നിഷേധിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇതായിരുന്നു ഞാൻ പറയട്ടെ, മുമ്പിലത്തെ ഒരു കാര്യം- സാഹചര്യമാണെന്നേ. അല്ല ഷർത്തെ, ഞാൻ ഹേമ, അത് ഇങ്ങനെ ഹേമ വാദിക്കാതിരിക്കും, കമ്മിറ്റി. ഇങ്ങനെ വാദിക്കാതിരിക്കും. ഞാൻ പറയട്ടെ, എന്തിനു വാദിക്കണം? ഈ പറയുന്നതിൽ നാല്- പെശകാണ് ഞാൻ ഞാൻ ചൂണ്ടിക്കാട്ടിയത്. പറയട്ടെ, ഒരു കുറ്റവാളിക്ക് ജയിലിൽ ഒരു ഗുരുതരമായ കുറ്റം ചെയ്ത ഒരു കുറ്റവാളിക്ക് കോടതി ജാമ്യം അനുവദിക്കാറില്ല. എന്തുകൊണ്ട്? കാരണം അവർ സാക്ഷികളെ സ്വാധീനിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജാമ്യം നിഷേധിക്കുന്നത്. അങ്ങനെയുള്ള ഈ ഒരു സ്ഥലത്ത് ഈ 4.5 വർഷം സമയം കൊടുത്ത് ഈ രീതിയിലുള്ള അട്രോസിറ്റീസും ചൂഷണവും ഫ്യൂഡലിസവും കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക്, അത് പരാതിപ്പെട്ടവർക്കെതിരെ അവരെയൊക്കെ സ്വാധീനിക്കാനും അവർക്ക് സമ്മർദ്ദം ഉണ്ടാക്കാനുമുള്ള ഒരു സമയപരിധി 4.5 വർഷം നിങ്ങൾ കൊടുത്തു എന്നുള്ളതാണ് ഈ ഗവൺമെന്റ്. ആ പോയിന്റിൽ തന്നെ ഇപ്പോഴും പ്രതിപക്ഷം നിൽക്കുന്നു. ഞാൻ ശ്രീ അനിൽകുമാറിലേക്കാണ് വരുന്നത്. ദീപ വരാം. ഇവിടെ എനിക്ക് ദീപ പറഞ്ഞതിലെ ദീപ അടുത്ത റൗണ്ടിൽ അതിന് മറുപടി പറഞ്ഞോളൂ. കേരള സമൂഹത്തിന് മുന്നിലും കേരളത്തിന്റെ സംസ്കാരത്തിന് മുന്നിലും ഇതിന് മാപ്പ് പറഞ്ഞേ പറ്റുള്ളൂ. ശരി, ഇനി മറ്റുള്ളവരിലേക്ക് ഒന്ന് പോകട്ടെ. ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ഓർത്ത് വെച്ചിട്ട് അടുത്ത റൗണ്ടിൽ താങ്കൾക്ക് വേണമെങ്കിൽ തിരുത്താൻ. ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു ഫാക്ച്വൽ എറർ ഉണ്ട് ഇക്കാര്യത്തിൽ. ഹേമ കമ്മിറ്റി ഞാൻ പറയുകയായിരുന്നു, ഞാൻ ശരിക്കും പറഞ്ഞ ശരത്ത് പറഞ്ഞു ഞാൻ കേട്ടില്ല. അതുകൊണ്ടാണ് ഒരു സ്പേസ് തരുന്നില്ല. എനിക്കറിയാം ശരത്ത് തന്നെ പറയാൻ അനുവദിക്കില്ല. 8:10 നമ്മൾ തമ്മിലേ സംസാരിച്ചിട്ടുള്ളൂ. അവരെല്ലാം കേട്ടിരിക്കുകയാണ്. എൻ്റെ സംശയം ഞാൻ ദീപയോട് തന്നെയാണ് ചോദിച്ചത്. ദീപ പറഞ്ഞത് ഞാൻ കേട്ടു, അത് വ്യക്തമായി കേട്ടു. അപ്പോഴും ഞാൻ ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചത്, ഞാൻ അടുത്ത റൗണ്ടിലാണ് ഇതിനുള്ള മറുപടി താങ്കളിൽ നിന്ന് വേണ്ടത്. ഞാൻ പറഞ്ഞത് ദീപ പറഞ്ഞതിൽ ഒരു ഫാക്ച്വൽ എറർ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുക്കുന്നത് 2019. അന്ന് മലയാള സിനിമയിൽ ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് സെല്ലില്ല. അതിനുശേഷം അതുകൊണ്ട് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അത് വരില്ല. അല്ലാതെ വന്നു കൊടുത്ത മൊഴികളിലാണ് പറയുന്നത്. പരാതി സിനിമയ്ക്കുള്ളിൽ പറഞ്ഞാൽ പരാതി പരസ്യപ്പെടുന്നു എന്ന് പറഞ്ഞത് സിനിമയ്ക്കകത്തെ അവസ്ഥയെക്കുറിച്ചാണ്. പക്ഷേ ഈ പരാതി പരിഹാര സെല്ലുണ്ടാവുന്നത് റിപ്പോർട്ട് വന്നതിനു ശേഷം പിന്നീടാണ്. ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ദീപ പറഞ്ഞതിൽ ഒരു ഫാക്ച്വൽ എറർ ഉണ്ടെന്ന് മാത്രമാണ്. യെസ്, ഓക്കെ. ശ്രീ അനിൽകുമാർ, ഇപ്പോഴും പ്രതിപക്ഷം അതുതന്നെ ആവർത്തിക്കുകയാണ്. 4.5 വർഷം എന്തു ചെയ്തു? മുഖ്യമന്ത്രി ഇന്ന് 1 മണിക്കൂർ സമയമെടുത്ത് വാർത്താ സമ്മേളനം നടത്തി. മാധ്യമപ്രവർത്തകരുടെ എല്ലാ ചോദ്യങ്ങളും കേട്ട ശേഷം അദ്ദേഹം മറുപടി നൽകിയപ്പോൾ അതിൽ പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ അപ്പോഴും ഇന്നലെ പ്രതിപക്ഷ നേതാവ് തുടങ്ങി വെച്ചതും ഇപ്പോഴും പ്രതിപക്ഷം ആവർത്തിക്കുന്നതുമായ ഒരു ചോദ്യം അതുതന്നെയാണ്. 4.5 വർഷക്കാലം എന്തു ചെയ്തു? ഈ റിപ്പോർട്ട് കയ്യിലുണ്ടായിരുന്നില്ലേ? മറുപടി. കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരം നിയമിക്കപ്പെടുന്ന ഒരു അന്വേഷണ കമ്മീഷൻ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി തന്നാൽ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്യുക എന്നത് സാധ്യമല്ല, അത് തെറ്റായ നടപടിയാണ് എന്നാണ് സോളാർ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ വിധി പ്രസ്താവിച്ചത്. അതിൽ പറഞ്ഞ കാര്യം എന്താണ്? സോളാർ അന്വേഷണ കമ്മീഷൻ്റെ പരിഗണനാ വിഷയങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു കത്ത് ഹാജരാക്കിക്കൊണ്ട് അതിനിരയായ ഒരാൾ, പിന്നീട് പരാതിക്കാരിയായി മാറിയ ആൾ, അവരുടെ ഒരു കത്ത് വെച്ചുകൊണ്ട് ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ചില നിഗമനങ്ങളിലെത്തിയപ്പോൾ ആ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ഉണ്ടാക്കിയ കേരള സർക്കാർ FIR രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശം നൽകി. അപ്പോൾ എന്താണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചെയ്തത്? നിങ്ങൾ നേരിട്ട് FIR എടുക്കുകയല്ല വേണ്ടത്. ആരാണോ അന്വേഷണ കമ്മീഷൻ മുമ്പാകെ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് അവർക്ക് നേരിട്ട് നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനത്തെ സമീപിക്കാം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാന്യയായ ആ വനിത ഓരോരുത്തരുടെ പേരിലും പ്രത്യേകമായി നൽകിയ പരാതികളിലാണ് കേസ് വരികയും പിന്നീടത് FIR ആയി മാറുകയും CBI ഇത് കൈകാര്യം ചെയ്യുകയും ചെയ്തത് നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോഴും അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട്, ഹേമ കമ്മീഷൻ കമ്മിറ്റി റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ പ്രശ്നം എന്താണ്? ആർക്കെതിരെ കേസെടുക്കണമെന്നാണ് പ്രതിപക്ഷം പറയുന്നത്? അവരാ പേര് വെളിപ്പെടുത്തട്ടെ. ഇന്നലെ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പകർപ്പ് ലഭിച്ചു. ആർക്കെതിരെ കേസ് കൊടുക്കണം? 2, അങ്ങനൊരു കേസ് കൊടുത്താൽ ആ എടുക്കുന്ന കേസിന് സഹായകരമായി വസ്തുതകൾ വെളിപ്പെടുത്താൻ ഹേമ കമ്മീഷൻ മുമ്പാകെ ഹാജരായ വ്യക്തികൾ തയ്യാറാകുമോ? തയ്യാറായില്ലെങ്കിൽ പിന്നെ ക്വിക്ക് മോർട്ടാലിറ്റി എന്ന് പറയും. ആ കേസ് അപ്പോൾ തന്നെ മരിച്ചു. നിങ്ങളൊരു അടിസ്ഥാനമില്ലാതെ ഒരാളുടെ പേരിൽ പരാതി കൊടുക്കുകയാണ്. ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ പറഞ്ഞ ആളുകൾ പലരും പേരേ പറഞ്ഞിട്ടില്ല, ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ദിലീപിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മേലെയുള്ള ചില ആളുകളുടെ പേരെന്നൊക്കെ കൂടെ പറഞ്ഞു കേട്ടു. ഒരു പേരും അവരുടെ മുമ്പിൽ നമ്മൾ കണ്ടില്ല. അപ്പോൾ നമ്മളൊരു FIR എടുക്കണമെങ്കിൽ കുറ്റാരോപിതനായ ഒരാൾ വേണം, പരാതിക്കാരനോ പരാതിക്കാരിയോ വേണം. ഇത് രണ്ടും ലഭ്യമല്ല. എന്തിനാണ് ഹേമ കമ്മിറ്റിയുടെ മുമ്പിലേക്ക് ഈ കാര്യങ്ങൾ അവർ പറയാനിടയായത്? നമ്മുടെ സിനിമാ മേഖലയിൽ നടക്കുന്ന തെറ്റായ കാര്യങ്ങൾ ഇതൊക്കെയാണ്, ഞങ്ങളുടെ ജീവിതാനുഭവങ്ങൾ ഇതൊക്കെയാണ്.
ഞങ്ങളിപ്പോൾ അന്തസ്സായി കുടുംബജീവിതം നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ജീവിതാനുഭവങ്ങളുടെ ഭാഗമായി അവസരം നഷ്ടപ്പെട്ടവരിലും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ചില ആളുകൾക്ക് അവസരങ്ങൾ കിട്ടിയതിന് അവർക്ക് സ്വന്തമായി തെറ്റായ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. ഇതെല്ലാം അവിടെ പറയുന്നുണ്ട്. അത് മറ്റു പലരുടെ അനുഭവമാണ്, അത് കേട്ടറിവാണ്. ഈ നേരിട്ടുള്ള അറിവും കേട്ടറിവുമെല്ലാം കൂട്ടിച്ചേർത്തിട്ട് കേസെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്ത്യൻ പീനൽ കോഡാണ് ആ കാലഘട്ടത്തിൽ നിലവിലുള്ളത്. അതുമായി ബന്ധപ്പെട്ട് പറയുന്നില്ല. പ്രധാനപ്പെട്ട ചോദ്യം, ഇങ്ങനൊരു കമ്മിറ്റി വന്നതോടുകൂടി ഇനി സിനിമാ മേഖലയെ കേസുകളില്ല എന്നാണോ സർക്കാരിൻ്റെ നിലപാട്? മുഖ്യമന്ത്രി എണ്ണി പറഞ്ഞു. എത്ര സിനിമാ നടന്മാരുടെ പേരിൽ, എത്ര സംവിധായകരുടെ പേരിൽ, എത്ര സിനിമാ പ്രവർത്തകരുടെ പേരിൽ തെറ്റായ കാര്യങ്ങൾക്ക് നടപടികൾ വന്നു. അവർ പലരും ജയിലിലായി. അപ്പോൾ കാരണം എന്താണ്? അതിന് മുമ്പുള്ള സംഭവമാകട്ടെ ഇപ്പോഴുള്ള സംഭവമാകട്ടെ ഒരാളെ പോലും തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ വരാൻ തയ്യാറായ ഒരു പരാതി പോലും അവഗണിക്കപ്പെടുന്നില്ല കേരളത്തിൽ എന്നുള്ളത് മുഖ്യമന്ത്രി ആവർത്തിച്ച് ചൂണ്ടിക്കാണിച്ചു. ഈ 4 കൊല്ലക്കാലത്തിനിടയിൽ 25-26 കേസുകളാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് വന്നത്. അപ്പോൾ എന്താണ്? പരാതികൾ പറയാൻ ധൈര്യമായി മുന്നോട്ട് വരുന്നവർക്ക് പ്രോത്സാഹനമാണ് സർക്കാർ നയം. അതെല്ലാവരും കാണുന്നുണ്ട്. ഹേമ കമ്മിറ്റിയുടെ കാലയളവ് എത്രയാണ്? ഹേമ കമ്മിറ്റിയുടെ കാലയളവെന്ന് പറയുന്നത് സിനിമാ മേഖല, മലയാള സിനിമാ മേഖലയുടെ പഴങ്കഥകൾ മുതൽ ഇപ്പോഴുള്ള ധാരാളം കാര്യങ്ങളാണ്. ആ കാലഘട്ടത്തിലെ പല ആളുകളും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. പല സിനിമാ നടന്മാരെ തന്നെ ജീവിച്ചിരിപ്പില്ല. ഇപ്പോൾ ഉള്ള സിനിമാ നടന്മാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വ്യാധി ആഖ്യാനമോ ഒരു നുണയോ പരത്താൻ വേണ്ടി ഈ റിപ്പോർട്ട് ഉപോത്ബലകമാകാം. അവിടെ ഒരു ചോദ്യമുണ്ട് ശ്രീ അനിൽകുമാർ. അവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്താണ്? പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശ്രീ അനിൽകുമാർ, പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്താണ്? പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഒരു പരാതിയും വേണ്ടതില്ല. മാത്രവുമല്ല, ഇതിൽ ഒഴിവാക്കപ്പെട്ട 62 പേജുകൾ അടക്കം റിപ്പോർട്ട് യഥാർത്ഥത്തിലുണ്ടല്ലോ. അങ്ങനെയാണ് എങ്കിൽ ഒരു വനിതാ IPS ഉദ്യോഗസ്ഥയും മറ്റും ഏൽപ്പിച്ച് ഇതാകെയും പരിശോധിച്ച് അങ്ങനെ ഒരു അന്വേഷണം കൊണ്ടുവന്ന് അങ്ങനെ ഒരു അന്വേഷണത്തിൽ നിന്ന് സ്വയമേവ ഒരു പരാതി രൂപപ്പെട്ടു വരട്ടെ. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ പറഞ്ഞ മൊഴി കൊടുക്കുന്ന ആളുകളെ കണ്ട് അവരിൽ നിന്നൊരു പരാതി സ്വഭാവം രൂപപ്പെട്ടു വന്നാൽ അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണ പ്രക്രിയ വേണം എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു വനിത, മൊഴി കൊടുത്ത വനിത പരാതി നൽകാൻ മുന്നോട്ട് വന്നാൽ ഉചിതമായ നടപടി ഉണ്ടാകുമെന്നാണ്. പ്രതിപക്ഷ നേതാവ് മറ്റൊരു തരത്തിലാണ് ആ വിഷയത്തെ സമീപിക്കുന്നത്. അനിൽകുമാർ മറുപടി. അല്ല, പ്രതിപക്ഷ നേതാവിനുള്ള മറുപടി സോളാറുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിയാണ്. ആരാണതിലെ പരാതിക്കാരൻ, എന്താണ് വിധി എന്നുള്ളത് ഞാൻ പറയുന്നില്ല. പറയാത്ത മനഃപൂർവ്വം പറയാത്തതാണ്. പ്രതിപക്ഷ നേതാവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയില്ല. അപ്പോൾ അവിടെ വ്യക്തതയോടുകൂടി നിയമം വ്യക്തമാക്കപ്പെട്ട് കഴിഞ്ഞു. ഇവിടെ സർക്കാർ എന്താ കാണുന്നത്? നമ്മുടെ ഈ സിനിമാ മേഖലയിൽ ആകെ ഒരേ ഒരു കാര്യം നടക്കുന്നുള്ളൂ, ലൈംഗിക ചൂഷണം മാത്രമേ നടക്കുന്നുള്ളൂ. അതിനെല്ലാ വനിതകളും വിധേയരാണ് എന്നൊരു ആഖ്യാനം തെറ്റാണ്. അന്തസ്സായി ജോലിയെടുത്ത് ജീവിക്കുന്ന എത്രയോ വനിതകൾ, സിനിമാ നടിമാർ അവിടെ ഉണ്ട്, മറ്റ് സിനിമാ പ്രവർത്തകർ അവിടെ ഉണ്ട്. അതിൽ ചില ആളുകൾക്ക് തെറ്റായ അനുഭവത്തിന് വിധേയപ്പെടേണ്ടി വന്നു എന്നുള്ളത് എക്സെപ്ഷനാണ്. ആ എക്സെപ്ഷൻ എന്ന് പറയുന്നതും അതുപോലെ തന്നെ പുരുഷ പ്രവർത്തകരാണെങ്കിൽ പുരുഷ സിനിമാ പ്രവർത്തകരും അതുപോലെ തന്നെ മറ്റോരോരുത്തരുമാണെങ്കിൽ വളരെ ഭൂരിപക്ഷം ആളുകളും അന്തസ്സായി ജീവിക്കുന്നവരാണ്, കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ്. അവർ തെറ്റു ചെയ്തവർ ചുരുക്കമേ ഉണ്ടാവൂ. ഈ 2 ഭാഗവും ന്യൂനപക്ഷമായിരിക്കെ അതിന്യൂനപക്ഷം ആളുകളെ പേരിലുണ്ടാക്കാവുന്ന കോലാഹലങ്ങളുടെ പേരിൽ ആ സിനിമാ മേഖലയിലെ മുഴുവൻ ആളുകളും കളങ്കിതരാണോ? കളങ്കിതരാക്കപ്പെടണോ? അതിലെ വനിതകളും പുരുഷന്മാരുമെല്ലാം കളങ്കിതരാക്കപ്പെടണോ? സ്പെസിഫിക് കേസായിട്ട് ഉയർന്നു വരട്ടെ. സർക്കാർ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഇത് മാത്രമല്ല സർക്കാർ കാണുന്നത്. ഇപ്പം തന്നെ അത്ഭുതത്തോടെയാണ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലെ ഒരു ഭാഗം നമ്മൾ കേട്ടത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട സിനിമാ പ്രവർത്തകർ, വനിതാ പ്രവർത്തകർ, അവരുടെ സിനിമാ മേഖലയിലെ അവരുടെ ഇടപെടലിനെ ശക്തിപ്പെടുത്താൻ 1.5 കോടി രൂപ മുടക്കുന്ന പദ്ധതി സർക്കാർ മുന്നോട്ട് വെച്ചു. അതിന് ഗുണഭോക്താക്കളുണ്ടായി. അതുപോലെ സിനിമാ പ്രവർത്തകർ, വനിതാ സിനിമാ പ്രവർത്തകർക്ക് കൂടുതൽ പേർക്ക് വരുമാനം കിട്ടുന്ന പദ്ധതികൾ ഇതിൻ്റെ ഭാഗമായി മുന്നോട്ട് കൊണ്ടിരുന്നു. ഇന്ത്യ രാജ്യത്ത് മീ ടു ക്യാമ്പയിൻ, നമ്മളൊരു കാര്യം കൂടെ പറയാം. മീ ടു ക്യാമ്പയിൻ എത്ര സിനിമാ പ്രവർത്തകരാണ് അതിൽ വേട്ടയാടപ്പെട്ടത്, അല്ലെങ്കിൽ അക്കാര്യങ്ങൾ തുറന്നു കാട്ടപ്പെട്ടപ്പോൾ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടത്? 2 ഭാഗമുണ്ടല്ലോ മീ ടു ക്യാമ്പയിൻ. ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാന സർക്കാരുകൾ ഹേമ കമ്മിറ്റിയെ പോലെ കമ്മിറ്റി ഉണ്ടാക്കിയോ? ശരി, പരിശോധിച്ചോ? ഓക്കെ, വസ്തുതാപരമായ കാര്യങ്ങൾ രാജ്യത്തിന് മുന്നിൽ അത് തന്നെയാണ് ബോളിവുഡില്ലേ, നമ്മുടെ മുമ്പിലില്ലേ? കേരളത്തിൽ ചെയ്ത കാര്യം
അതെ, അതുകൊണ്ട് തന്നെയാണ് രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ്, ചരിത്രത്തിലാദ്യമായി അങ്ങനെ ഒരു വലിയ നീക്കം, ഒരു ഇനിഷ്യേറ്റീവ് കേരളത്തിലുണ്ടായത്. അതിന് ഒരു സാധ്യത അല്ലെങ്കിൽ അതിനൊരു വഴി തുറന്നത് WCC ആണ്. WCC ഈ ഘട്ടത്തിലും അതുകൊണ്ട് തന്നെയാണ് സർക്കാരിനോട് നന്ദി പറഞ്ഞ് ഇപ്പോഴത്തെ തുടർ നടപടികളും അവർ ശ്രദ്ധയോടെ കാണുന്നു. ഇന്ന് ദീദി ദാമോദരനുമായി രാവിലെ ചാനൽ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ അങ്ങനെയാണ്, ഞങ്ങൾ യോഗം ചേരാൻ പോകുന്നു, സർക്കാർ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. ചരിത്രപരമായൊരു ദൗത്യമാണ് അക്കാലത്ത് ചെയ്തത്. മുഖ്യമന്ത്രിയോട് പോയി ഞങ്ങൾ ഈ കാര്യം പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് കാര്യം ബോധ്യപ്പെട്ടു. ഉടൻ തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ടു, അതിനൊരു കമ്മിറ്റിയെ കൊണ്ടുവന്നു. യഥാർത്ഥത്തിൽ ഒന്നും ചെയ്യാനല്ല എങ്കിൽ ഈ പരാതികൾ പലപ്പോഴും കൈപ്പറ്റുന്നതുപോലെ പിന്നീട് ആലോചിക്കാം, പരിശോധിക്കാം എന്ന് പറഞ്ഞാൽ മതി. അന്ന് ചില പരിഭവങ്ങളോ പരാതികളോ ഒക്കെ പ്രതിഷേധവും വന്നേനെ. പക്ഷേ അതിനും അപ്പുറത്തേക്ക് അതിൻ്റെ ഒരു തലത്തിലേക്ക് പോയി. അന്നത്തെ ഒരു സാഹചര്യം അത്ര ഗൗരവമുള്ളതായിരുന്നു. ഇവിടെയാണ് ശ്രീ വിനു കിരിയത്ത്, ഇതാകെയും മുന്നോട്ട് പോയത്. അതിലേറ്റവും അവസാനം ഇന്ന് നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി. അദ്ദേഹം ഉത്തരവാദിത്വത്തോടെ ഈ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അത് സൂക്ഷ്മമായി പരിശോധിച്ച് അതിൽ അപാകതകൾ എവിടെയുണ്ട്, അതിൽ നമുക്ക് വിശ്വാസവും യോജിപ്പും എത്രമാത്രമുണ്ട് എന്നുകൂടി കണ്ടുകൊണ്ട് വേണം നമ്മൾ ഇന്ന് സംസാരിക്കാൻ എന്നാണ് ഞാൻ വിചാരിക്കുക. കാരണം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഇന്നലെ ഒട്ടേറെ സംസാരിച്ചു. ഇന്ന് സംസാരിക്കുന്നതിൽ അപാകതയൊന്നുമില്ല, സംസാരിക്കേണ്ടതുമാണ്. അങ്ങനെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇന്ന് വളരെ സ്പഷ്ടമായ ഒരു അഭിപ്രായം വളരെ പരസ്യമായി വളരെ വ്യക്തമായി പറഞ്ഞു വെച്ചത് താങ്കളെ സംബന്ധിച്ച് അതിനെ എങ്ങനെയാണ് സമീപിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, ഈ കമ്മിറ്റി, ഹേമ കമ്മിറ്റി കേസ് അന്വേഷിക്കണം എന്നൊരു ശുപാർശ വെച്ചിട്ടില്ല. പകരം ഈ അപജയങ്ങൾ ഭാവിയിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ട നടപടികൾക്ക് വേണ്ടി ശുപാർശകൾ അതിൽ പലതും ചെയ്തു. ഇപ്പോൾ ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ ഉള്ള വനിതാ സിനിമാ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, അങ്ങനെയാണ് സംസ്ഥാന സർക്കാർ തന്നെ KSFDC തന്നെ നിർമ്മാതാക്കളായി മാറിയ സാഹചര്യമൊക്കെ വന്നിട്ടുണ്ട്. അതിന് അംഗീകാരങ്ങൾ നേടിയ വനിതാ സംവിധായകരുണ്ടായി. ഇതൊക്കെ ആ ശുപാർശയിൽ തന്നെ, ഈ കമ്മീഷൻ്റെ ശുപാർശയിലുണ്ട്. ജെൻഡർ ക്യാമ്പ് നടത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ഫോക്കസ് അതാണ്, കേസെടുത്ത് അന്വേഷിക്കുക എന്നുള്ളതിലല്ല ഹേമ കമ്മിറ്റിയുടെ ഫോക്കസ്. ജസ്റ്റിസ് ഹേമ തന്നെ അക്കാര്യം സർക്കാരിനെ ചൂണ്ടിക്കാട്ടി അറിയിച്ചു. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പോകുന്നു എന്നാണ് സർക്കാർ പറയുന്നത്. അപ്പോൾ ഭാവിയിൽ മലയാള സിനിമ കുറേ കൂടി മെച്ചപ്പെടും വിധത്തിലേക്ക് സർക്കാരിൻ്റെ ഈ ശ്രമങ്ങൾ മുന്നോട്ട് പോകുമോ? ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ശ്രീ വിനു കുര്യത്ത് കേട്ടിട്ടുണ്ടെങ്കിൽ എന്തു പറയും? എൻ്റെ മാട്ടുപ്പെട്ടി മച്ചാൻ എന്ന് പറയുന്ന ചിത്രത്തിലെ അമ്പിളിച്ചേട്ടൻ്റെ ഇൻട്രൊഡക്ഷനിലൊരു ഡയലോഗുണ്ട്. എന്താ താമസിച്ചെന്ന് ചോദിക്കുമ്പോൾ സ്വപ്പ താമസിച്ചു പോയി, അതുകൊണ്ടാണ് എന്താ ലേറ്റായത്, സ്വപ്പ താമസിച്ചു പോയി, അതുകൊണ്ടാണ് ലേറ്റായെന്ന് പറഞ്ഞ പോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കോടതിയിൽ പോയിട്ടില്ല. അവർ കാലതാമസം ഉണ്ടാവുമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. 4.5 വർഷം ഈ 4.5 വർഷം ഇതൊരു പോലീസ് കേസല്ല, താങ്കൾ പറഞ്ഞ പോലെ ഇത് കോടതിയിൽ പോയിട്ടില്ല, ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് വരാൻ 4.5 വർഷം എടുത്തു എന്ന് പറഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ആലോചിക്കണം. അതിനുശേഷം സിനിമാ മേഖലയിൽ എത്ര പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടായി, എത്ര പരാതികൾ വീണ്ടും ഉണ്ടായി പലർക്കെതിരെയും. പക്ഷേ അന്നിത് പുറത്തു വന്നിരുന്നെങ്കിൽ അത്രയും പരാതികളും കൂടെ പുറത്ത് വരാതെ സർക്കാരിന് ഒരു അഭിമാനത്തോടെ പറയാമായിരുന്നു, ഞങ്ങൾ ഇതാ ചെയ്തു. ഇപ്പോൾ എന്തു പറ്റി? ഇപ്പോഴും റിപ്പോർട്ട് വിടാൻ കാരണക്കാർ സർക്കാരോ അല്ലെങ്കിൽ WCC അല്ലല്ലോ. പലരും ആവശ്യപ്പെട്ട് വിവരാവകാശം വഴി ആവശ്യപ്പെടുകയും അത് പുറത്തു വരികയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇനി അതിനകത്ത് റിപ്പോർട്ട് ഇപ്പോൾ എന്താണെന്ന് ആർക്കും അറിയില്ല. ഇത് പകൽ പോലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ എല്ലാ ചാനലുകളും ചർച്ച ചെയ്യുന്നുള്ളൂ. എന്നാൽ ആരൊക്കെയാണെന്നറിയണം, ആരാണ് പരാതി കൊടുത്തതെന്നല്ല ഇവിടെ അറിയേണ്ടത്, ആർക്കെതിരെയാണ് പരാതി കൊടുത്തതെന്ന് അറിഞ്ഞാൽ മാത്രമേ ഇത് തിരുത്തപ്പെടുകയുള്ളൂ, ഇല്ലേ? ഇല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള ഈ ജനങ്ങളുടെ നികുതി പണമെടുത്ത് ചെയ്ത ഇതിന് ഒരു സൊല്യൂഷൻ എന്താണെന്ന് ഒരു സർക്കാരും പറയുന്നില്ല, ചർച്ചയിൽ വരുന്നവരും പറയുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് ഒരു ചർച്ച നടത്തി WCCയും സംഘടനകളും ചേർന്ന് എത്രയും പെട്ടെന്ന് ഇതിനൊരു സൊല്യൂഷൻ, ഇത്രയും പേരെ ഇത് ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ പുറത്ത് വിടാതിരിക്കുന്നത്, അതല്ല ഇവിടെ ആവശ്യം. ഇനിയുള്ള കാലം സിനിമയിൽ സ്ത്രീകൾക്ക് സധൈര്യം ജോലി ചെയ്യാൻ, സിനിമയിലൊന്നും മാത്രമല്ല കേട്ടോ, ഒരു പൊതു നിയമം എല്ലാ തൊഴിലിടത്തിലും സ്ത്രീകൾക്ക് സുരക്ഷിതത്വം വേണം. കാരണം സ്ത്രീ സുരക്ഷിതത്വം ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളൊരു പാർട്ടിയാണിത്. ഇതിലൊരു കാര്യം മുഖ്യമന്ത്രി പറഞ്ഞതിൽ ഒരു ഭാഗം, മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം, ഈ കാലയളവിൽ എന്ന് പറഞ്ഞാൽ താങ്കൾ ഇപ്പോൾ പറഞ്ഞ പോലെ എത്രയോ സംഭവങ്ങളുണ്ടായി, അതിൽ പോക്സോ കേസ് അടക്കം എടുത്ത സാഹചര്യമുണ്ട്. സംവിധായകർക്കെതിരെ, നടന്മാർക്കെതിരെ ഒക്കെ കേസെടുത്ത നിരവധിയായ സംഭവങ്ങൾ സിനിമാ മേഖലയിൽ ഇതിനുശേഷം സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ തുടർന്നാണ് സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ IC വന്നത്, ആഭ്യന്തര പരാതി പരിഹാര സെല്ലുകൾ ഉണ്ടായത് എന്ന് പറയുന്ന നടപടികൾ, അതുപോലെ തന്നെ വനിതാ ചലച്ചിത്ര സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനുള്ള സ്റ്റെപ്സ് എടുത്തത്, അതിൻ്റെ
വളരെ ഗൗരവപ്പെട്ട അടുത്ത ഘട്ടമാണ്. ആ ഘട്ടത്തിലാണ് ഒരു സർക്കാർ സിനിമാ നയം രൂപീകരിക്കാൻ പോകുന്നത്. മാത്രമല്ല ഈ കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഒരു റെഗുലേറ്ററി കമ്മീഷനാണ്. ആ കമ്മീഷൻ എങ്ങനെ വേണം എന്നത് വളരെ വിപുലമായി ആലോചിക്കാൻ വേണ്ടി സംവിധായകർ മുതൽ പ്രൊഡക്ഷൻ ബോയ്സ് വരെ അടങ്ങുന്ന സിനിമാ മേഖലയുടെ സമഗ്ര മേഖലയിൽപ്പെട്ട ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അതേക്കുറിച്ച് പരിശോധിക്കുന്നു. ഒരു സംവിധാനത്തിൻ്റെ പരിഷ്കാരം, തിരുത്തൽ എന്ന് പറയുന്നത് അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അപ്പോൾ ആ രീതിയിൽ അതിനൊരു മുന്നോട്ട് പോക്കുണ്ട് എന്ന് അതിനുള്ളിലേക്ക് ഇറങ്ങി പരിശോധിച്ചാൽ ഉണ്ടാവില്ല. വിനു കിരീത്ത് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാതിരിക്കുകയല്ല നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. ശരത്തെ അതിനുശേഷമുള്ള പല പ്രശ്നങ്ങൾക്കും ഇടപെട്ടു, പോക്സോ കേസ് എടുത്തു, അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ ഇതൊന്നും ഉണ്ടായില്ലെങ്കിൽ പറയാം. ഞാൻ ബിനു അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊന്നും സംഭവിച്ചില്ലെങ്കിൽ പോലീസ് നിഷ്ക്രിയമായി, ഭരണകൂടം ഈ പറഞ്ഞ വേട്ടക്കാർക്കൊപ്പം നിന്നു എന്ന്. പക്ഷേ ഇവിടെ എന്താണ്, നിങ്ങൾ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നു, നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു, പോക്സോ കേസ് അടക്കം മലയാള സിനിമാ മേഖലയിൽ എടുത്തിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ്. ഒരു ഭാഗം സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട് എന്ന് സർക്കാർ പറയുന്നു. അത് ഇന്നതാണെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഇനി അതിൻ്റെ കുറെ കൂടി വിപുലമായ അടുത്ത സ്റ്റെപ്പിലേക്ക് അടിയന്തരമായി പോകും എന്നും പറയുന്നുണ്ട്. അപ്പോൾ നടപടികളില്ല എന്ന് വിനു കിരീത്ത് ജനറലൈസ് ചെയ്ത് പറഞ്ഞത് ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞ അതല്ല. ഈ റിപ്പോർട്ട് ഇതെന്തായാലും ഇത് കോടതിയിൽ പോകും. ഇതിപ്പോൾ പബ്ലിക്കിൻ്റെ വരെ എത്തുകൊണ്ട് ആർക്ക് വേണമെങ്കിലും കോടതിയിൽ പോയാൽ കോടതിക്ക് ഇത് എടുത്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇത് 4.5 വർഷം മുമ്പേ ആയിരുന്നെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, അല്ല ഹൈക്കോടതി തന്നെയാണ് ഇത് പരിശോധിച്ചത് വിനു. ഇത് കോടതിയിൽ പോകുന്നല്ല, കോടതിയിൽ പോയെന്നേ വിനു. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് VG അരുണിന്റെ ഉത്തരവിനെ തുടർന്നല്ലേ വന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞത് എന്താണ്, അല്ലെങ്കിൽ കോടതി തന്നെ പറഞ്ഞത് എന്താണ്? നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ആ ഒരു 62 പേജും ഭാഗവും അല്ല ചർച്ച ചെയ്യേണ്ടതെന്ന് കോടതി തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ വ്യക്തമല്ലേ കാര്യങ്ങൾ? കോടതി തന്നെ പറഞ്ഞു അതല്ല ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ കോടതിയിൽ പോയതാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് നമ്മുടെ സർക്കാർ ചെയ്യാൻ പോകുന്നത്? സർക്കാർ ഇത്രയും പേർക്കെതിരെ കേസ് എടുക്കുമ്പോൾ സർക്കാരിന് അറിയാമല്ലോ അതിൻ്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ടെന്ന്. കമ്മിറ്റി തന്നെ പറഞ്ഞിട്ടില്ല. കണ്ടന്റ് നമുക്കറിയാം, വ്യക്തികളായിരുന്നു സർക്കാരിന് അറിയാമെങ്കിൽ സർക്കാരിന് കേസ് എടുക്കാമല്ലോ. ഇല്ല, കഴിയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കമ്മിറ്റി പേരുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ അതിനകത്ത്. ഇല്ല, പക്ഷേ അതാണ് അത് ഒരുപക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ. അത് താങ്കൾ അതിനെ സമീപിച്ചതിൻ്റെ പ്രശ്നമാണെന്ന് അറിയില്ല. ഒന്ന്, ഈ കമ്മിറ്റിയെ ഹെഡ് ചെയ്ത ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള ജസ്റ്റിസ് ഹേമ ഇപ്പോൾ അവർ DGP പറഞ്ഞു വ്യക്തികളുടെ പേര്, പരാതി തരുന്നവരുടെ പേരില്ലാത്തതുകൊണ്ട് കേസെടുക്കാൻ പറ്റില്ല എന്ന് DGP പറഞ്ഞത് ന്യായമായിരിക്കും. അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പോൾ നിങ്ങളുടെ തന്നെ സഹപ്രവർത്തകരായിട്ടുള്ള വനിതകൾ ഞങ്ങളോടടക്കം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. മൊഴി കൊടുക്കാൻ ചെല്ലുമ്പോൾ കമ്മീഷൻ ആദ്യം തന്നെ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടും, നിങ്ങൾക്ക് ഈ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള അറിവുകളാകെയും പങ്കുവെക്കാം എന്നൊരു സുരക്ഷിതത്വമോ ഉറപ്പോ നൽകിയപ്പോഴാണ് ഇവർ നേരത്തെ ശ്രീ അനിൽകുമാർ പറഞ്ഞത് കേട്ടറിവായിട്ടുള്ള കാര്യങ്ങൾ, ഇൻഡസ്ട്രിയിൽ നടക്കുന്നു എന്ന് പൊതുവെ വിചാരിക്കുന്ന കാര്യങ്ങൾ, ചിലത് അനുഭവങ്ങളാകാം, ഇത് പറഞ്ഞിട്ടുള്ളത്. ഇത് രേഖപ്പെടുത്തുന്നു. അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് പോകുന്നു. ആ കമ്മിറ്റി ഒരു ക്രിമിനൽ കേസെടുത്ത് മുന്നോട്ട് പോകാൻ ഉള്ള ശുപാർശ കൊടുത്തിട്ടില്ല. ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഇതുവരെ ആരും ആ പരാതിക്കാരായി മുന്നോട്ട് വന്നിട്ടില്ല. പിന്നെ എങ്ങനെ കേസെടുക്കും എന്നൊരു പ്രശ്നം വിനു ഇതിനകത്തില്ലേ? അതാണ് നിയമപരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആളുകൾ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ 3 കൂട്ടർ WCC ആയാലും സർക്കാരായാലും ഹേമ കമ്മിറ്റി ആയാലും രഹസ്യങ്ങളായിട്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് മാത്രം ജനങ്ങളെ അറിയിച്ചാൽ മതി എന്നാണോ? ഭാവിയിൽ സംഭവിക്കരുത് എന്നതിനാവശ്യമായ സ്റ്റെപ്സ് എടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഭാവിയിൽ ഇത് സംഭവിക്കരുത്. പല കാലങ്ങളിലും പലതും സംഭവിച്ചിട്ടുണ്ട്. അത്തരം വിവരങ്ങളാണ് പലരും ഷെയർ ചെയ്ത്. ഇനി അത് ഉണ്ടാവില്ല. നോക്കൂ, 4.5 വർഷത്തെ ഭാവി പോയില്ലേ? 4.5 വർഷത്തെ ഭാവി പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഈ കഴിഞ്ഞു ഈ പറഞ്ഞ പോലെ ഇനി എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാ വിഭാഗത്തിലെയും സിനിമാ മേഖലയിലെ എല്ലാ സംഘടനകളും ഈ WCCയുമായി ഒരു തുറന്ന ചർച്ച വച്ചിട്ട് അതിന് ഉടനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക, WCCക്ക് പൂർണ്ണ അവകാശം കൊടുക്കുക, അവർക്ക് സ്ത്രീകൾ മുഴുവൻ WCCയിൽ മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമേ ഇനി സിനിമയിൽ അഭിനയിക്കാൻ പറ്റൂ. അവരുടെ പരാതികൾ WCCയിൽ കൊടുക്കട്ടെ. WCCയും ഭയങ്കര പവർഫുള്ളായിട്ട് വരട്ടെന്നേ. കുറേ പേര് പവർഫുള്ളായിട്ട് നിൽപ്പുണ്ടെന്നാണല്ലോ ഇവിടെ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പവർഫുള്ളായിട്ട് WCCയും വരട്ടെ. അപ്പോൾ സ്ത്രീകളുടെ പ്രശ്നം ചർച്ച ചെയ്യാൻ ആളുണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ പുരുഷന്മാർ ടെക്നീഷ്യൻസായ വനിതകൾക്ക് സിനിമാ സംഘടനകൾ അതിന് പ്രാപ്തമല്ലെന്നാണോ വിനു പറയുന്നത്? അതുകൊണ്ടാണല്ലോ WCC പ്രാപ്തമാണെങ്കിൽ WCC ഒരു സംഘടനയും കൂടെ തുടങ്ങേണ്ട കാര്യമില്ലല്ലോ. അവരെല്ലാം ഞാൻ വിനു കിരീത്തിന്റെ ഒരു ബോധ്യമാണ് ചോദിച്ചത്. അമ്മ കിടന്നോട്ടെ.
വിനു കിരിയത്ത് പറയുന്നത് WCC കൊണ്ടേ കഴിയൂ, അമ്മയ്ക്കോ ഫെഫ്കയ്ക്കോ ഞാൻ അമ്മയിലെ മെമ്പർ അല്ല, ഞാൻ അമ്മയിലെ മെമ്പർ അല്ല, നമുക്ക് അഭിപ്രായം പറയാം, ഞാൻ അമ്മയിലെ മെമ്പർ അല്ല, ഫെഫ്കയിലെ മെമ്പറാണ്. എന്നെ സംബന്ധിച്ചോളം ഫെഫ്കയിൽ നമുക്ക് എന്തു പരാതി ചെന്ന് പറയാനും റൈറ്റ് ഉണ്ട്, അതെല്ലാം സോൾവ് ചെയ്തിട്ടുണ്ട്. വിനുവിന്റെ സംഘടന ഫെഫ്കയിലെ യൂണിയനുകളിൽ ഡാൻസേഴ്സ് യൂണിയൻ ഉണ്ട്, ഹെയർ സ്റ്റൈലിസ്റ്റുകളുടെ യൂണിയൻ ഉണ്ട്, ഇതിലെല്ലാത്തിലും ഇഷ്ടംപോലെ സ്ത്രീകളുണ്ട്. നിങ്ങൾ പറഞ്ഞത് വെച്ചാണെങ്കിൽ ഫെഫ്കയ്ക്ക് പോലും അതിന് കഴിയില്ല എന്നുള്ള ഒരു അനുഭവം, ഒരു അവസ്ഥ, ഒരു സൂചന അതിലുണ്ട്. WCC ആണ് ഇതിൻ്റെ ആകെ ഏത് മേഖല, അത് പ്രൊഡ്യൂസേഴ്സിലാവട്ടെ, ടെക്നീഷ്യൻസിലാവട്ടെ, അഭിനേതാക്കളിലാവട്ടെ, അതിൽ സ്ത്രീ സംബന്ധമായ ഏതു പരാതിക്കും നിലവിലെ സംഘടനകൾ പരിഹരിക്കാൻ പ്രാപ്തമല്ല. അതിനാകെയും വേണ്ടത് WCC ആണെന്നാണ് ഫെഫ്കയിൽ അംഗമായ വിനു കിരിയത്ത് പറഞ്ഞു വെക്കുന്നത്. സംശയമൊന്നുമില്ലല്ലോ. അവിടെയാണ് ഈ പ്രശ്നം. ഈ WCC എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന കുറച്ച് ചലച്ചിത്ര നടികൾ മാത്രമാണ്. അത് വേണ്ട. ഞാൻ പറയുന്നത് ബീന പോൾ ചലച്ചിത്ര നടിയാണോ? എന്താണ് വിനു പറയുന്നത്? ബീന പോൾ ചലച്ചിത്ര നടിയാണോ? എല്ലാവർക്കും പരാതി പറയാം. ദീദി ദാമോദരൻ ചലച്ചിത്ര നടിയാണോ? ആരാണ്? ബീന പോള്, ദീദി ദാമോദരൻ, ഇവരൊക്കെ ചലച്ചിത്ര നടിമാരാണോ? നോക്കൂ, ഞാൻ പറഞ്ഞ എല്ലാവരും വരട്ടെ. അതാണ് ഞാൻ ചോദിച്ചത്. ഫെഫ്കെ അടക്കമുള്ള സംഘടനകൾ പരാജയമാണെന്നാണ് വിനു കിരിയത്ത് പറയുന്നത്. ഫെഫ്കെ അടക്കമുള്ള സംഘടനകൾ പരാജയമാണ്, പകരം WCC ശക്തി ആർജിക്കട്ടെ. അല്ലല്ല, നിങ്ങൾ പറഞ്ഞു വരുന്നതിന്റെ സെൻസ് അതാണ്. അല്ല, WCC തുടങ്ങിയ സ്ഥിതിക്ക് ഫെഫ്കയ്ക്ക് ഇടപെടാൻ പറ്റില്ല. അതെന്തിനാണ് WCC ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ കാരണം WCC അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ സ്റ്റൈലിസ്റ്റുകളുടെയും ഡാൻസേഴ്സ് യൂണിയനും അല്ലെങ്കിൽ സ്ത്രീകളെ നിങ്ങൾ എങ്ങനെ അംഗങ്ങളാക്കും? ഓക്കെ, ഞാൻ വരാം. അതിലൊരു പ്രശ്നമുണ്ട് താങ്കൾ പറഞ്ഞതിൽ. അതായത് നിങ്ങളടക്കം അംഗങ്ങളായ സംഘടനകൾ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലോ ഇടപെടുന്നതിലോ പര്യാപ്തമല്ല എന്ന് നിങ്ങൾ പോലും ധരിക്കുന്നു എന്നാണ്. ഈ മൗനം, ഇപ്പോഴത്തെ മൗനം ആളുകൾ ആ നിലയിൽ വായിച്ചെടുക്കുകയും ചെയ്യും. ഞാൻ ദീപയിലേക്ക്, ദീപ, മുഖ്യമന്ത്രി പറഞ്ഞ ഞാൻ വരാം താങ്കളിലേക്ക് വരാം. മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞൊരു വാചകം, ഒരു സംഘടനയും ഇല്ലാത്ത കാലത്താണ് നസീർ സാർ 600 സിനിമയിൽ അഭിനയിച്ചത് എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു പോയിന്റാണ്. അല്ല, അതും ഇതുമായിട്ട് എന്ത് ബന്ധം? നല്ലതിന് വേണ്ടിയിട്ടാവട്ടെ. ഓക്കെ, ഞാൻ ദീപയിലേക്ക്. ദീപ, ഇന്ന് മുഖ്യമന്ത്രി ഒരു ഒറ്റ വാചകം മാത്രം താങ്കളുടെ ശ്രദ്ധയിലേക്ക്. ഏതെങ്കിലും വനിത, നമുക്കിത് ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ, ഹേമ കമ്മിറ്റി ക്രിമിനൽ കേസെടുത്ത് അന്വേഷിക്കണമെന്ന ഒരു ശുപാർശ ചെയ്തിട്ടില്ല. നിയമമന്ത്രി എന്നത് പറഞ്ഞു, മുഖ്യമന്ത്രി അത് പറഞ്ഞു. ആ സാഹചര്യം നിൽക്കുന്നു. അതിൻ്റെ ഒരു ഫോക്കസിനെ കുറിച്ചും നമുക്കാർക്കും തർക്കമില്ല. അപജയമുണ്ട്, ആ അപജയം ഭാവിയിൽ സംഭവിക്കരുത് എന്ന നിലയിലാണ് കമ്മിറ്റി ശുപാർശകൾ വെച്ചിട്ടുള്ളത്. ജസ്റ്റിസ് ഹേമയുണ്ട്, നടി ശാരദയുണ്ട്, KB വത്സലകുമാരി എന്ന് പറയുന്ന IS ഉദ്യോഗസ്ഥൻ, ഇവരെല്ലാം അതിൽ വന്നതാണ്. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് ഏതെങ്കിലും വനിത എന്ന് വെച്ചാൽ ഈ കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി കൊടുത്ത ഏതെങ്കിലും ഒരു വനിത പരാതി നൽകാൻ മുന്നോട്ട് വന്നാൽ ഉചിതമായ നടപടി ഉണ്ടാകും. എത്ര ഉന്നതനായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? ഇപ്പോൾ നടി രഞ്ജിനി മൊഴി കൊടുത്തയാളാണ്. ഈ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഹൈക്കോടതിയെ സമീപിച്ചു. ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ട്, ഇത് പുറത്തു വന്നാൽ എനിക്കത് താങ്ങാനാവില്ല, അല്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് പറയുന്നൊരു നിലപാട് സ്വീകരിച്ച, ആ ആംഗിളിൽ ഒരു നിലപാട് സ്വീകരിച്ച നടിയെ നമ്മൾ കണ്ടു. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം ഇതിനകത്ത് നിൽക്കുമ്പോൾ പരാതി വേണ്ടേ? ദീപ, എൻ്റെ ചോദ്യം അതാണ്, പരാതി വേണ്ടേ? ഞാൻ പറയട്ടെ ശരത്, ഇപ്പൊ ശരത്ത് തന്നെ പറയണ്ടായി, പരാതി കൊടുത്തവർ തന്നെ എൻ്റെ പേര് പുറത്തു വരുമോ, അല്ലെങ്കിൽ എനിക്ക് പരാതിയല്ല, മൊഴി കൊടുത്തവർ തന്നെ ഇങ്ങനെ പറയുന്നു എന്ന് പറയുമ്പോൾ അവിടെ മൊഴി കൊടുത്തവർക്ക് ഒരു കംഫർട്ടബിൾ സോൺ ഉണ്ടാക്കിക്കൊണ്ട് ഈ പ്രശ്നത്തിന് അതീവ ഗുരുതരമായ ഒരു പ്രശ്നമാണിത്. ഇത് നിങ്ങൾ എനിക്ക് നിങ്ങൾ പറയുന്ന കേൾക്കുമ്പോൾ ഇത് എത്ര ലാഘവത്തോടെ ഇത് കാണുന്നു എന്നുള്ളതാണ്. ഒരിക്കലും അല്ല, അത് തെറ്റാണ്. അങ്ങനെയാണ് എന്ന് വെച്ചാൽ ഈ ഒരു റിപ്പോർട്ട് 4.5 വർഷം പൂഴ്ത്തി വെച്ചത് തന്നെ ഇത്ര ലാഘവത്തോടെ കണ്ടതുകൊണ്ടാണ്. ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ആദ്യത്തെ വരി വായിച്ചാൽ പോലും ശരത്, ഇതിന്റെ ഉള്ളിലുള്ള ഉള്ളടക്കം എത്ര ഭീകരമായിരിക്കും എന്ന് പ്രതിഫലിപ്പിക്കുന്ന വരികളാണ് ആദ്യം തന്നെ അവർ അതിൽ കുറിച്ചിരുന്നത്. തീർച്ചയായിട്ടും ദീപയുടെ അഭിപ്രായത്തിൽ ആർക്കെതിരെ കേസെടുക്കണം? നേരത്തെ ശ്രീകുമാർ ചോദിച്ചല്ലോ, ഇവിടെ അല്ലെങ്കിൽ എന്താണ് ഇന്റേണൽ കംപ്ലൈന്റ് സെൽ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഈ ഇന്റേണൽ കംപ്ലൈന്റ് സെല്ലിൽ ഇരിക്കുന്നത് ആരാണ്? ആരോടാ അവർ പരാതി പറയുന്നത്? ഈ പരാതി പറയുന്നത് ആരോടാ പറയുന്നത്? ഗവൺമെന്റിന്റെ അതോറിറ്റിയോടാണോ? അല്ലെങ്കിൽ ഇന്റേണൽ കംപ്ലൈന്റ് സെല്ലില് ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു അതോറിറ്റി, ഒരു റെപ്രസെന്റേഷൻ ഉണ്ടോ? സിനിമാ മേഖലയിലെ കൊടികുത്തിയ
ഫ്യൂഡലിസം ഉണ്ട് എന്ന് പറയുന്ന മാടമ്പിമാർ 15 അംഗ പവർ ഗ്രൂപ്പ് അങ്ങനെയല്ല. ഇതിന്റെ അകത്തുണ്ട് ഇതൊക്കെ എന്ന് നമുക്ക് പറയുമ്പോൾ generally പറയാം. Work place ലെ harassment പരിശോധിക്കാൻ നിയമപ്രകാരമുള്ളതാണ് ICC. അതിലെ അംഗങ്ങളിൽ ഒരാൾ എക്സ്റ്റേണൽ ബോഡി ആയിരിക്കണം, ഒരു വനിതാംഗമായിരിക്കണം. അങ്ങനെയാണ് ഇത് വരിക. ഒരു വ്യവസ്ഥ അത് സിനിമയിൽ മാത്രമല്ലെന്ന് എല്ലാ മേഖലയിലും ഉണ്ട്. ദീപ അതറിയാത്ത ആളല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് എല്ലാ മേഖലയിലും ഉണ്ട് എന്ന് പറഞ്ഞത് ലഘൂകരിക്കാൻ കഴിയുമോ? എന്താ ഞാൻ പറഞ്ഞത് എന്താണ് താങ്കൾ ഇതിന്റെ അകത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് സൂപ്പർ സ്റ്റാറുകളുടെയോ അല്ലെങ്കിൽ ആ സ്റ്റാർഡമിൽ നിൽക്കുന്ന വനിതകളെ കുറിച്ച് മാത്രമല്ല ശരത്ത് നമ്മൾ ചിന്തിക്കാനുള്ളത്. അവിടെ എക്സ്ട്രാ നടികളായിട്ടുള്ളവരുണ്ട്, അവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്, അവിടെ ഭക്ഷണം പാകം ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ ഒരു ശുചിമുറി ഇല്ലാത്ത അവസ്ഥ, ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു ഫെസിലിറ്റി, കുറ്റിച്ചെടിയുടെ മറവിൽ നിന്ന് ഡ്രസ്സ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ. ഈ ലൈംഗികത എന്ന് പറയുന്നത് ഒരു എന്താണ്, ആ ഒരു കാര്യം മാറ്റി നിർത്തിയാൽ പോലും ഗവൺമെന്റിന് ഡയറക്റ്റ് ഇടപെട്ടുകൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്ന് ചെയ്യേണ്ട അവിടെയാണ് റെഗുലേറ്ററി കമ്മീഷൻ എന്ന ആശയം ഈ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സിനിമയെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഈ സിനിമയിലെ ലോബിയെയോ സപ്പോർട്ട് ചെയ്യുന്ന സമീപനമാണ് ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ഒരാശയം റെഗുലേറ്ററി കമ്മീഷനാണ്. കേസ് എടുത്തു, പോക്സോ കേസ് എടുത്തു എന്ന് പറയുന്നതിൽ എന്ത് ന്യായീകരണമാണുള്ളത്? അത് ന്യായീകരണമാണോ? നടന്ന കാര്യമല്ലേ? ഉടനെ അഡ്വക്കേറ്റ് അനിൽകുമാർ കൊണ്ടുവരാണ് സോളാർ കേസിന്റെ കാര്യം. സോളാർ കേസ് നിങ്ങൾ തന്നെയല്ലേ ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള താഴെത്തട്ട് തൊട്ട് മേളറ്റം വരെയുള്ള അന്വേഷണ ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിച്ചത്. ഇലക്ഷന് തൊട്ട് മുമ്പ് പരാതിക്കാരിയെ വിളിച്ചു വരുത്തി കാണിച്ച ആർജവം ഈ സിനിമാ മേഖലയിലെ പാവപ്പെട്ട ആളുകൾക്ക് എന്തുകൊണ്ട് ആ സപ്പോർട്ട് ഈ ഗവൺമെന്റ് കൊടുത്തില്ല? അപ്പോ കൃത്യമായിട്ടും വേട്ടക്കാരനൊപ്പമാണ് ഈ ഗവൺമെന്റ് എന്ന് തെളിയിക്കുന്നതല്ലേ അത്? നിങ്ങളിവിടെ മന്ത്രി ഇങ്ങനെ നമ്മൾ പോയിന്റിൽ മെറിറ്റിൽ സംസാരിച്ചേ പറ്റൂ. പ്ലീസ്, നിങ്ങൾ ഇത്രയും നേരം സംസാരിച്ചത് കേട്ടു. ഞാൻ ചോദിക്കുന്നത് ആർക്കെതിരെ കേസെടുക്കണം? ദീപ പറയൂ. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ചർച്ചയിൽ പേര് പറയൂ. ആർക്കെതിരെ കേസെടുക്കണം? ദീപ പറയൂ. നേരത്തെ ശ്രീ അനിൽകുമാർ ചോദിച്ചു ആർക്കെതിരെ കേസെടുക്കണം, ആർക്കെതിരെയാണ് കേസെടുക്കേണ്ടത്? കൃത്യമായിട്ട് പേരുകൾ 15 അംഗ ലോബി എന്ന് പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആരാണെന്ന് പറയേണ്ട ബാധ്യത ഗവൺമെന്റിനുണ്ട്. അത് ജനങ്ങളുടെ മുമ്പിൽ. ഞങ്ങളൊക്കെ പൈസ കൊടുത്തിട്ടാ പോയി സിനിമ കാണുന്നത്. ഇതൊരു വിനോദോപാധിയാണ്. ഞങ്ങൾ പോയിട്ട് കാണുന്ന സമൂഹത്തിലെ തിന്മയ്ക്കെതിരെ പ്രതികരിക്കുന്ന പാലകരായിട്ട് അവരുടെ പവർ ഗ്രൂപ്പ് അതാണ് പവർ ഗ്രൂപ്പ് 15 അംഗ പവർ ഗ്രൂപ്പ്. അവരുടെ മനസ്സിൽ അവരെ കണ്ടുപിടിക്കണ്ടേ? രക്ഷിക്കേണ്ട മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു സിനിമയിൽ മതി വില്ലന്മാർ, സിനിമാ വ്യവസായത്തിൽ വില്ലന്മാർ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടും വിധം എങ്ങനെ ഇടപെടും? ദീപയുടെ രാഷ്ട്രീയ വിമർശനത്തിന് മറുപടി താങ്കൾ കേട്ടിട്ടുണ്ട്. ശ്രീ അനിൽകുമാറിനോടാണ് മറുപടി, അദ്ദേഹം ഉന്നയിച്ച വിമർശനങ്ങൾക്കുള്ള മറുപടി. ആലുവയിലെ MLA അൻവർ സാദത്തിനോട് ചോദിച്ചാൽ ഈ പവർ എന്താണെന്നുള്ളത് മനസ്സിലാവും. നമ്മുടെ നാടെമ്പാടും വേദനിച്ചൊരു സംഭവത്തിനകത്ത് കേരള സർക്കാർ ഫലപ്രദമായി നടപടി സ്വീകരിച്ചപ്പോൾ ആലുവ MLA ആരുടെ കൂടിയാകുന്നത്? കോൺഗ്രസിൻ്റെ MLA അല്ലായിരുന്നു? നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? ഞങ്ങളുടെ നിലപാട് നമ്മൾ പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള ഈ നിലയിൽ ഇടപെടരുത് പ്ലീസ് 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 പ്ലീസ്. വരാം, നിങ്ങളുടെ അവസരത്തിലാവൂ. അവർ കേട്ടിരുന്നതല്ലേ ഇത്രയും നേരം? പറയൂ, ശ്രീ അനിൽകുമാർ പൂർത്തിയാക്കുക. ഞാൻ പറയുന്നത് PT തോമസിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ മുൻകൈ എടുത്തു നിങ്ങൾ പറയുമ്പോഴത്തേക്കും കേസെടുത്തപ്പോൾ സർക്കാരിനോടൊപ്പം ആയിരുന്നില്ല നിങ്ങളുടെ പ്രസ്ഥാനം നിന്നത് എന്നതിനാണ് ആലുവയിലെ അവിടുത്തെ MLA പേര് ഞാൻ പറഞ്ഞത്. ഞാൻ കൃത്യമായിട്ടാണ് പറയുന്നത്, ഇപ്പം പേര് പറയാൻ ഉദ്ദേശിച്ചതുമല്ല. അങ്ങനെ ഒരു പേര് PT തോമസിന് ആ കേസ് മുന്നോട്ട് നിൽക്കാൻ പറ്റുന്ന പേര് പറയാൻ ഞാൻ പറയട്ടെ. ഒരു വിഷയത്തിലല്ലേ ദീപ സംസാരിക്കുന്നത്? വരാം. നോ പ്ലീസ്, ഇത് പറ്റില്ല. ദീപ, നിങ്ങളുടെ അവസരത്തിൽ അവർ കേട്ടിരുന്നതേ ഉള്ളൂ. അതിനുള്ള സഹിഷ്ണുത കാട്ടണം. ഓരോ വാചകത്തിലും കയറി ഇങ്ങനെ പറഞ്ഞു പോയാൽ ചർച്ച മുന്നോട്ട് പോവില്ല. ശ്രീ അനിൽകുമാർ, താങ്കൾ സംസാരിക്കൂ. ദീപയിലേക്ക് വരാം. ദീപ, സഹകരിച്ചേ പറ്റൂ. പ്ലീസ്. ശ്രീ അനിൽകുമാറിന്റെ ഊഴമാണ് ഈ നമ്മുടെ ചർച്ചകൾക്ക് പൊതുവിൽ ആ ഒരു ഡെക്കോറം പാലിക്കണ്ടേ? ദീപ സംസാരിച്ചപ്പോൾ അവർ കേട്ടിരുന്നു. അത് കഴിഞ്ഞ് താങ്കളുടെ അവസരം വരുമ്പോൾ മറുപടി ആയിക്കോളൂ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ.
ശ്രീ അനിൽകുമാർ പൂർത്തിയാക്കൂ. ദയവായി ഇടയിൽ ഇടപെട്ടാൽ വീണ്ടും നിങ്ങളുടെയൊക്കെ തന്നെ അവസരം കുറയും. പ്ലീസ്. കേരളത്തെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമാണ്. നിങ്ങളിപ്പോൾ ശരിയായി പി ടി തോമസിൻ്റെ പേര് പറഞ്ഞു. ഞാൻ അവിടെയാണ് നിൽക്കുന്നത്. പി ടി തോമസ് കേസെടുത്തപ്പോൾ പി ടി തോമസ് അല്ല വാദി. വാദി ആരാണ്? ബഹുമാന്യായ ഒരു സിനിമാ പ്രവർത്തക. അവരുടെ ഐഡൻറ്റിറ്റി രഹസ്യമാക്കി വെക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. അങ്ങനൊരു സിനിമാ പ്രവർത്തകരെ നമ്മൾ കണ്ടിട്ടില്ല. ആക്രമിക്കപ്പെട്ട ഒരാൾ ഞാൻ ആക്രമിക്കപ്പെട്ടുവെന്നും എൻ്റെ പേര് മൂടി വെക്കേണ്ടതില്ല എന്നും ഉറച്ചു പറയുകയും മാധ്യമങ്ങളിൽ അവർ തുറന്ന് വർത്തമാനം പറയുകയും ചെയ്തൊരു മാധ്യമ പ്രവർത്തക. സർക്കാർ എന്താ ചെയ്ത് അവരുടെ കൂടെ വന്നത്? അപ്പോൾ പി ടി തോമസ് ആണ് ആ പരാതിക്ക് മുൻകൈ എടുത്തതെങ്കിൽ ഞങ്ങൾ പറയുന്നത് പി ടി തോമസ് മുൻകൈ എടുത്തൊരു മാധ്യമ പ്രവർത്തക ഉണ്ടായി, പരാതിക്കാരി ഉണ്ടായി, സിനിമാ പ്രവർത്തക ഉണ്ടായി, മറുഭാഗത്തൊരു പ്രതിയും ഉണ്ടായി. ആ പ്രതി ആദ്യം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ പറയുന്ന 15 അംഗ ഗൂഢസംഘത്തിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന സംഘത്തിൻ്റെ കയ്യിലായിരുന്നു ഈ സർക്കാരെങ്കിൽ കുറ്റപത്രം കൊടുത്തപ്പോൾ എന്താ സർക്കാർ നിലപാടെടുത്തത്? ആദ്യം പ്രത്യക്ഷമായി കിട്ടിയ പ്രതികളുടെ പേരിൽ കുറ്റപത്രം കൊടുത്തു, കൃത്യമായിട്ട് കൊടുത്തു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി അതുമായി ബന്ധപ്പെട്ടൊരു പരാമർശം നടത്തി. എന്താ പരാമർശം? ഇപ്പം ഇത്തരം പ്രതികളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതോടുകൂടി കേസ് അവസാനിച്ചു എന്നാണ് ചില ആളുകൾ വിചാരിച്ചത്. അത് കഴിഞ്ഞുള്ള സംഭവങ്ങളിൽ ഒരു കുറ്റപത്രം കൊടുത്ത ശേഷം വസ്തുതകൾ വീണ്ടും പുറത്തു വന്നപ്പോഴാണ് നിങ്ങൾ ഈ പറഞ്ഞ അൻവർ സാദത്തിന് വിഷമമുണ്ടാകുന്ന വിധത്തിലുള്ള, നിങ്ങളുടെ MLAക്ക് വിഷമമുണ്ടാകുന്ന തരത്തിലുള്ള അതിലെ പ്രധാനപ്പെട്ടൊരു പ്രതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്, സിനിമാ മേഖലയിൽ പ്രധാനപ്പെട്ട പ്രതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇപ്പോൾ കേരള പോലീസ് അല്ലെങ്കിൽ കേരള സർക്കാർ അറച്ചു നിൽക്കുമോ? അവിടെ നിങ്ങൾ അപ്പുറമായിരുന്നു, നിങ്ങൾ സർക്കാരിൻ്റെ കൂടി ആയിരുന്നില്ലല്ലോ നിങ്ങളുടെ പാർട്ടി. നമ്മളത് കണ്ടതുമാണല്ലോ. അതിനുശേഷം നമ്മൾ ആലോചിക്കൂ, അതിനുശേഷം സിനിമാ പ്രവർത്തകർ പ്രതികളായ എത്ര കേസുകളുണ്ടായി? ഏതെങ്കിലും കേസിൽ നമ്മൾ അറച്ചു നിന്നോ? ഒരു കേസിലും അറച്ചു നിന്നിട്ടില്ല. എന്താ അറച്ചു നിൽക്കാത്തതിന് കാരണം? അറച്ചു നിൽക്കാത്തതിന് കാരണം സർക്കാർ അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാണ്. ഒരു സിനിമാ പ്രവർത്തക ആക്രമിക്കപ്പെട്ടപ്പോൾ സർക്കാർ മാതൃകാപരമായി ഏറ്റവും ഉന്നതനായ ഒരു സിനിമാ പ്രവർത്തകനെ പോലും സിനിമാ നടനെ പോലും നിയമ നടപടിക്ക് മുമ്പിൽ വിധേയമാക്കിയെങ്കിൽ പിന്നെ ആളുകൾ ആരെയും എന്തിനാ ഭയപ്പെടുന്നത്? അത് പ്രചോദനമായിക്കൊണ്ടാണ് 20-26 കേസുകൾ പിന്നീടുണ്ടായത് LDF സർക്കാരിൻ്റെ കാലത്ത്. നിങ്ങളുടെ കാലത്തെ കേസ് എത്രയാണ്? ഈ പറയുന്ന ഹേമ കമ്മിറ്റിയിലെ പല പരാമർശങ്ങളും നടന്നത് UDF കേരളം ഭരിക്കുന്ന കാലത്തെ സിനിമാ കഥകളാണ്, മദിരാശിയിലെ സിനിമാ കഥകളാണ്. കേരളത്തിൽ കേസെടുക്കാൻ പറ്റുമോ? മറുപടി പറയാതെ ചർച്ച അവസാനിക്കില്ല. മദിരാശിയിലെ സിനിമാ കഥയിൽ കേരളത്തിൽ കേസെടുക്കാൻ പറ്റുമോ? നിങ്ങളിപ്പോൾ പറയുകയാണ് ആരാണ് നാളെ രാവിലെ മൊഴി കൊടുക്കാൻ വരുന്നത്? ബഹുമാനപ്പെട്ട കോൺഗ്രസ് നേതാവിനോട് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. നമുക്ക് കേസെടുക്കാം, ഇന്നൊരു FIR എടുത്തെന്നിരിക്കട്ടെ. നിങ്ങൾ പറയുന്ന 15 അംഗ മാഫിയ സംഘത്തിനെതിരായിട്ട് കേസെടുത്തു, ഗുഡ്. അവർക്കെതിരായി മൊഴി കൊടുക്കാൻ പറ്റുന്ന ഒരാളുടെ പേര് പറയൂ. ഒറ്റയാളുടെ പേര് പറഞ്ഞാൽ, പരാതിക്കാരിയുടെ പേര് പറഞ്ഞാൽ മതി. പ്രശ്നം എന്താണ്? പരാതിക്കാരെ ഈ മേഖലയെ നന്നാക്കാൻ അവരവരുടേതായ ചില നിഗമനങ്ങളും അറിവുകളും പങ്കിടുകയാണ് ചെയ്തത്. പങ്കിട്ടതിൽ നിന്നും പൊതുമണ്ഡലത്തിൽ ചർച്ചയായതോടുകൂടി നമ്മുടെ സിനിമാ മേഖലയിൽ ഈ തുടർന്നു വന്ന പരിപാടി അവസാനിപ്പിച്ചു. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട സിനിമാ നടൻ്റെ പേരിലെടുത്ത കേസോടുകൂടി തന്നെ ആ സിനിമാ മേഖലയെ ശുദ്ധമാക്കി. 4 കൊല്ലക്കാലം പഴയത് നിങ്ങളുടെ ഭരണകാലത്തുള്ളതല്ല, ആവർത്തിക്കല്ല. ഏത് കൊമ്പനാണെങ്കിലും പിടിച്ചു കെട്ടും ഈ സർക്കാർ എന്ന ബോധ്യം വന്നതോടുകൂടി കുറേയേറെ വൃത്തിയായി കഴിഞ്ഞു. ശരി, ഇനി അത് നിയമാനുസരണം വരാൻ എന്ത് വേണം? ഒരു സിനിമാ മേഖലയിൽ നിയമം ഉണ്ടാക്കുമ്പോൾ നിയമത്തിന് സാധുതയുണ്ടാക്കണമെങ്കിൽ ഇത് ടെമ്പററിയാണ്. 2, ഉണ്ടാക്കുന്ന നിയമനിർമ്മാണം സിനിമാ മേഖലയെ തകർക്കാനാവില്ല. നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് സിനിമ പോകാൻ സൗകര്യം ഉണ്ടാക്കുന്ന തരത്തിലാവരുത്. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ആ മേഖലയിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ചർച്ച ചെയ്ത് ശരിയായ തീരുമാനത്തിലേക്ക് സർക്കാർ എത്താൻ കോൺക്ലേവിലേക്ക് കടന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ വനിതാ മാധ്യമ സിനിമാ പ്രവർത്തകരെ ഉയർത്തിക്കൊണ്ടിരുന്ന നടപടികൾ ധാരാളം സ്വീകരിച്ചതിൻ്റെ ഉദാഹരണങ്ങളൂടെ പറഞ്ഞു. ശരി, ഒരു മേഖലയിൽ മാത്രമല്ല, നാനാ മേഖലയിൽ സർക്കാർ ഇടപെടുന്നുണ്ട്. അത് തുടർച്ചയായിട്ട് പ്രവർത്തിച്ച് പൂർത്തിയാക്കാൻ കഴിയും. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി തന്നെ ചെയ്യും. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിൽ ഇപ്പോൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നേരിടുന്ന വിവേചനം, ചൂഷണം, ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകും. അതുപോലെ സിനിമാ നയം വരുന്നതിന് ഷാജിയൻ കരുൺ അധ്യക്ഷനായ ഒരു കമ്മിറ്റി വരുന്നു, ഫിലിം കോൺക്ലേവ്. അതിലാണ് പ്രൊഡക്ഷൻ ബോയ് മുതൽ സംവിധായകർ വരെ എല്ലാവരുടെയും പങ്കാളിത്തം. ഞാൻ ശ്രീ വിനു കിരീയത്തിൻ്റെ കൂടി ശ്രദ്ധയിലേക്ക് കൂടിയാണ്. അപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞൊരു പ്രധാന കാര്യം വിനു കിരീയത്തിന് നന്നായി മനസ്സിലാവും. സിനിമയ്ക്കകത്തൊരു
ഒരു തുല്യവേതനം സാധ്യമാകുമോ എന്ന പ്രശ്നം. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, സ്വാഭാവികമായ തടസ്സം അതിനുണ്ട്. പ്രൊഫഷണൽ വേതനം വ്യത്യസ്തമായിരിക്കും, സ്വാഭാവികമാണ്. മാർക്കറ്റിന് അല്ലെങ്കിൽ ജനപ്രിയമായിട്ടുള്ള താരങ്ങൾക്കോ അഭിനേതാക്കൾക്കോ കിട്ടുന്ന ഒരു വേതനം നമുക്കൊരു പുതിയ ആളിന് കൊടുക്കാനാവില്ല. അപ്പോൾ അത്തരം പ്രൊഫഷണൽ വേതനത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ വിനു കിരിയത്ത്, അദ്ദേഹം പറഞ്ഞത് അനാവശ്യ മാർഗ്ഗരേഖകൾ സിനിമയ്ക്ക് ഗുണകരമല്ല. അനാവശ്യ മാർഗ്ഗരേഖകൾ ഉണ്ടാകാതിരിക്കുകയും വേണ്ട മാർഗ്ഗരേഖകൾ ഭാവിയിൽ ഈ മേഖലയെ കുറേ കൂടി മെച്ചപ്പെട്ട നിലയിൽ കൊണ്ടുപോകാനും കഴിയുന്ന നിലയിൽ ക്ലീൻ ചെയ്തെടുക്കണം. അതിന് മുന്നോട്ട് പോകും. നേരത്തെ 4.5 വർഷം കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞില്ലേ? ഇപ്പം ഞാനൊരു കാര്യം പറയാം, വിനുവിനോട് പറയാം. രാജ്യത്തെ ടെലിവിഷൻ രംഗം നോക്കൂ, 90കളിൽ വന്നതാണ്. നമ്മൾക്കൊരു ടെലിവിഷൻ ചാനൽ തുടങ്ങണമെങ്കിൽ കമ്പനി നിർബന്ധമാണ്. കമ്പനീസ് ആക്ട് പ്രകാരം ഒരു കമ്പനി ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന് പറ്റില്ല. അങ്ങനെ കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനി രൂപീകരിച്ചാൽ മാത്രമേ ഒരു ടെലിവിഷൻ ചാനൽ തുടങ്ങൂ. ഏഷ്യാനെറ്റൊക്കെ തുടങ്ങിയ കാലം അറിയാമല്ലോ, അതിന് മുമ്പ് തന്നെ ദേശീയ തലത്തിൽ വന്നു. പക്ഷേ നോക്കൂ, കേന്ദ്ര സർക്കാർ ഇന്നും ടെലിവിഷൻ രംഗത്തെ ടെലിവിഷൻ ചാനലുകളിൽ ഒരു വ്യവസായമായി കണ്ടിട്ടില്ല. അത് ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിൻ്റെ കീഴിൽ നിൽക്കുകയാണ് ഇപ്പോഴും. മനസ്സിലായില്ലേ? എത്രയോ കാലങ്ങളായിട്ടുള്ള. അപ്പോൾ പിന്നെ സിനിമയുടെ അവസ്ഥ ആലോചിച്ച്, ഒരു ഇൻഡസ്ട്രിയായി ടെലിവിഷൻ മേഖലയെ പോലും സംഘടിതമായി നിൽക്കുന്നൊരു മേഖലയെ പോലും അതിൻ്റെ രൂപീകരണത്തിനൊരു കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനി വേണം. എന്നിട്ട് പോലും ആ ടെലിവിഷൻ വ്യവസായത്തെ വ്യവസായമായി കാണാത്തൊരു രാജ്യത്ത് അതിലും സങ്കീർണമായ സിനിമാ മേഖല പരിഷ്കാരങ്ങൾക്ക് വിധേയമാകണമെങ്കിൽ സ്വാഭാവികമായി എടുക്കുന്നൊരു സമയമുണ്ട്. അതിൻ്റേതായ നയം വേണം, അതിൻ്റേതായിട്ടുള്ള നിയമം വേണം. അതിനെടുക്കുന്നൊരു പ്രക്രിയയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിനെ അവധാനതയോടെ കാണേണ്ടതെന്നൊരു പ്രശ്നമുണ്ട്. ഞാൻ തർക്കത്തിനൊന്നുമല്ല അത് പറഞ്ഞത്. ഇവിടെ അദ്ദേഹം പറഞ്ഞ പോലെ വിനു, ഇത് കേസായി അന്വേഷണമായി മുന്നോട്ട് പോകണമെങ്കിൽ ആരെങ്കിലും മൊഴി കൊടുക്കാൻ വേണ്ടേ? ആരെങ്കിലും ഈ കേസ് ആ നിലയിൽ എനിക്കൊരു പരാതിയുണ്ട്, ഞാൻ ഈ കേസുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറയാൻ വേണ്ടേ? അതൊരു യുക്തി മാത്രമല്ല, നിയമപരമായും അനിവാര്യമല്ലേ? അവിടെ ഒരു കാര്യം കൂടി, ഇന്നിപ്പോൾ സംവിധായകൻ വിനയൻ പറഞ്ഞ വിമർശനങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്ന ആൾ കൂടിയാണോ വിനു കുര്യത്ത്? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒന്നാമത്തെ കാര്യം, നമ്മൾ ചർച്ച ചെയ്യുന്നത് സിനിമാ മേഖലയെക്കുറിച്ചാണ്. പരസ്പരം രാഷ്ട്രീയപരമായിട്ട് ചെളിവാരി എറിയാൻ വേണ്ടി സമയം കളയരുത്. ശ്രീ അനിൽകുമാർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ആരെങ്കിലും ഒരാൾ ഇന്നാരെക്കുറിച്ച് ഞാൻ ഒരു പരാതി കൊടുക്കുക, അല്ലാത്ത പക്ഷേ കോടതി എടുത്ത് ദൂരെ കളയും. നിങ്ങൾ ആരെക്കുറിച്ചാണ് പറഞ്ഞത് അത് ഞാൻ പറയില്ല, ആരാണ് പരാതി തന്നത് അത് ഞാൻ പറയില്ല എന്നൊരു വക്കീലിന് പോയി കോടതിയിൽ പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും അനിൽകുമാർ പറഞ്ഞത് 100% ശരിയാണ്. ആരെങ്കിലും ഒരാൾ പരാതിയുമായി രംഗത്ത് വന്നാൽ മാത്രമേ ഇതിനൊരു സൊല്യൂഷനുള്ളൂ, യാതൊരു സംശയമില്ല. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞതെല്ലാം ഞാനും യോജിക്കുന്നു. എത്രയും പെട്ടെന്നൊരു മീറ്റിംഗ് വെച്ച് ഇതിന് എന്തൊക്കെ ചെയ്യാം, ഒരു കമ്മിറ്റി ഉണ്ടാക്കാം. പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടത് എന്ത് സംഭവിക്കുന്ന അറിയാനാണ് ജനങ്ങൾക്കും ഞങ്ങൾക്കും താല്പര്യം. അതപ്പോൾ ഇവിടെ കുഴിച്ചു മൂടപ്പെടുകയാണോ? ഇനി നമുക്കിത് മിനുക്കിയെടുക്കാമെന്നാണോ സിനിമ ഇൻഡസ്ട്രിയെ? അതൊരു നല്ലൊരു അറിയണം. കാരണം എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ സൊല്യൂഷൻ എന്താണ്? അതിലെന്തെങ്കിലും ആർക്കെങ്കിലും എതിരെ നടപടി വരുമോ? അല്ല, ഇനി നമുക്കിതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്നേന്ന് തുടങ്ങാമെന്ന് പറയാനാണെങ്കിൽ ഈ പൈസ മുടക്കി കമ്മിറ്റിയുടെ ആവശ്യമില്ലായിരുന്നു. അതിനൊരു അനിൽകുമാർ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ആളാണല്ലോ, അദ്ദേഹം പറയട്ടെ. ഒരു ചോദ്യം അനിൽകുമാറിനോട് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് വളരെ ചുരുക്കത്തിൽ ഒരു മറുപടി, വളരെ ചുരുക്കത്തിൽ. ഞാൻ പറഞ്ഞതാണ്. ശ്രീനിൽകുമാർ അത് കേട്ടോ? അതെ, ഇതെല്ലാം ഹേമ കമ്മിറ്റിയുടെ ഭാഗമായി വരുന്ന സ്റ്റെപ്സ് ആണ്. പക്ഷേ ഇപ്പോഴും ആ ഹേമ കമ്മിറ്റിയിലെ ഒഴിവാക്കി നിർത്തുന്ന ഭാഗത്തെക്കുറിച്ചാണ് വിനു പറയുന്നത്. ചോദ്യം താങ്കളോടാണ്. നമ്മൾ ഒരു കാര്യത്തിൽ വ്യക്തത വേണം. ഒന്ന്, സിനിമ എന്ന് പറയുന്നത് ഇൻ്റർ സ്റ്റേറ്റ് ആണ്. കേരളം മാത്രമല്ല സിനിമയുള്ളത്. സിനിമയുടെ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ഇവിടെ മാത്രമല്ല നടക്കുന്നത്. നിങ്ങൾ വിദേശത്ത് ഷൂട്ട് ചെയ്ത സിനിമയാണ് പകുതി ഇവിടെ കൊണ്ട് നടപ്പാക്കുന്നത്. ഇതൊക്കെ വളരെ സങ്കീർണമായ നിയമപ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്നൊരു സംവിധാനമാണ്. നിങ്ങളൊരു സിനിമ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ മേലെയുള്ള നിയന്ത്രണം വെക്കുമ്പോൾ അതൊരു യൂണിറ്റ് ആകുന്നത് ഒരു നിശ്ചിത കാലത്തേക്കാണ് സിനിമാ പ്രവർത്തനം. അതിലേതെല്ലാമാണ് സിനിമാ പ്രവർത്തനത്തിൽ ഉൾക്കൊള്ളുക? ഉദാഹരണമായിട്ട് സിനിമ വിദേശത്ത് ഷൂട്ട് ചെയ്തിട്ട് കൊച്ചിയിലാണ് എൻ്റെ റെക്കോർഡിങ്ങെങ്കിലോ, ഇല്ല ബാംഗ്ലൂരിലോ അല്ല ചെന്നൈയിലെ റെക്കോർഡിങ്ങെങ്കിലോ, ധാരാളം സങ്കീർണതകളുള്ളതാണ്. അതിന് സിനിമയിലെ സ്റ്റോക്ക് ഹോൾഡേഴ്സുമായിട്ട് ആലോചിച്ച് നിയമനിർമ്മാണത്തിലേക്കൊക്കെ പോകണം. അതിനെ ഒരു ട്രിബ്യൂണലിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളിലേക്കാണ് സർക്കാർ ആലോചിക്കുന്നത്. പ്രശ്നം എന്താണ്? പ്രധാനപ്പെട്ട ചോദ്യം, ഹേമ കമ്മിറ്റി കൊണ്ട് എന്തൊരു ഗുണമുണ്ടായി? ഒന്നാമത്തെ കാര്യം പറയാം, സിനിമാ നടി ആക്രമിക്കപ്പെട്ട ആ കേസിൽ സർക്കാർ എടുത്ത നിലപാടോടുകൂടി സിനിമാ മേഖലയിൽ ചോദിക്കാനും പറയാനും ഒരു സർക്കാരുണ്ട് എന്ന ബോധ്യം വന്നു. അത് ആ മേഖലയെ ശുദ്ധീകരിക്കുന്നതിന് ഉപകാരപ്രദമായി. പക്ഷേ അനിൽകുമാർ, വിനു കിര്യത്തിനെ പോലെ ചിന്തിക്കുന്ന ആളുകളുടെ ഒരു സംശയം, അതൊരു പ്രതിനിധിയായ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ചോദിക്കുന്നതല്ല. ഇതിലിപ്പോൾ വളരെ സെൻസേഷണലായ ആളുകൾ ചർച്ച ചെയ്യുന്ന കുറേ മൊഴികളുണ്ട്, കുറേ വെളിപ്പെടുത്തലുകളുണ്ട്. അതിൽ നമ്മൾ അറിയാതിരിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവരെ എങ്ങനെ ഹുക്ക് ചെയ്യാം, അവരാരൊക്കെയാണ് എന്ന നിലയിൽ ഈ ഹേമ കമ്മിറ്റിയെ കാണുന്ന ഒരു ആംഗിളാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
അല്ല, അതിൽ ബഹുമാനപ്പെട്ട ബിനു കുര്യത്തിനോടുള്ള ബഹുമാനത്തോടെ പറയട്ടെ, അദ്ദേഹത്തിൻ്റെ സതുദ്ദേശം ഞാൻ മാനിച്ചുകൊണ്ട് പറയുകയാണ്. ഇന്നലെ തൊട്ടുള്ള മാധ്യമങ്ങളുടെ കോലാഹലം എന്താണ്? നിങ്ങൾക്ക് ഇക്കിളി കഥകളുള്ള കുറേ സാധനങ്ങളുടെ എപ്പിസോഡുകൾ നീട്ടിക്കൊണ്ടുപോകാം. അതിന് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് എന്ത് സംഭവിച്ചാലും, ഇവിടുത്തെ അന്തസ്സായി ജീവിക്കുന്നവർക്ക് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല, ഞങ്ങളുടെ കച്ചവടം നടന്നാൽ മതി എന്ന നിലയ്ക്ക് നമ്മുടെ സിനിമാ മേഖലയെ അരാജകത്വത്തിൻ്റെ ഒരു ഇടമാക്കി മാറ്റുന്ന പ്രചരണമാണ് നടത്താൻ ഉദ്ദേശിച്ചത്. അതിന് സർക്കാർ കൂട്ടുനിൽക്കില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, വില്ലന്മാർ സിനിമയ്ക്കകത്ത് മതി, അത് ഈ സിനിമയിൽ വേണ്ട എന്ന് പറയുമ്പോൾ തന്നെ മറുഭാഗത്ത് നമ്മുടെ നാട്ടിലെ സ്വഭാവ നടന്മാരുടെ സ്വഭാവഹത്യയും ഈ സർക്കാരിന് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പരാതിയുമായി മുന്നോട്ട് വന്നാൽ അവരോടൊപ്പമാണ് സർക്കാർ. അതേസമയം ഏതെങ്കിലും ഒരു സിനിമാ പ്രവർത്തകൻ അകാരണമായി അപമാനിക്കപ്പെടാൻ ഈ അടിസ്ഥാനത്തിലാണ് ഈ മേഖലയെ ശുദ്ധീകരിക്കാനുള്ള നീക്കം. അടുത്ത റൗണ്ടിൽ ഞാൻ ദീപയിലേക്ക് പോയിട്ട് എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. ദീപ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശുപാർശ ഹേമ കമ്മീഷൻ വെച്ചിട്ടുള്ളത്, ഹേമ കമ്മിറ്റി വെച്ച് സിനി എംപ്ലോയീസ് ആക്ട് അല്ലെങ്കിൽ റെഗുലേറ്ററി കമ്മീഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. റെഗുലേറ്ററി കമ്മീഷൻ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു കാര്യം പറയാം. നമ്മുടെ നാട്ടിൽ ആരോഗ്യ പ്രവർത്തകർക്ക് സംരക്ഷണം ഒരുക്കാൻ ഒരു നിയമം ഉണ്ടായിരുന്നു. ഈ നിയമം നിലനിൽക്കുമ്പോഴാണ് ഡോക്ടർ വന്ദനാദാസിൻ്റെ കൊല്ലപ്പെട്ട നിർഭാഗ്യകരമായ വേദനാജനകമായ സാഹചര്യം ഉണ്ടായത്. നമ്മളെന്താണ് ചെയ്തത്? അതിലെ അപാകത അടക്കം ചൂണ്ടിക്കാട്ടി അതിൽ നിയമ ഭേദഗതി കൊണ്ടുവന്ന് കുറേ കൂടി കർക്കശമാക്കി. ഞാനിത് പറയാൻ കാര്യം, കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ടു, നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടു. അതിൽ മമതാ സർക്കാരിൻ്റെ പിടിപ്പുകേടും നടപടികളും വലിയ വിമർശനം. ഇന്ന് സുപ്രീം കോടതിയിൽ ഈ വിഷയം വന്നു. ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ ആ വിഷയത്തിൽ കേരള സർക്കാർ, കേരളമെടുത്ത സർക്കാർ എന്നുള്ളത് വിടാം, അപ്പോൾ അതിനൊരു രാഷ്ട്രീയം വരുമല്ലോ, കേരളമെടുത്ത ഈ കാര്യത്തിലെടുത്തിട്ടുള്ള പുതിയ സ്റ്റെപ്സിനെയും മാറ്റത്തെയും പരാമർശിച്ചുകൊണ്ടും അതൊരു പ്രധാനപ്പെട്ട മോഡലാണ് എന്ന് സംസാരിച്ചുകൊണ്ടും സുപ്രീം കോടതി ഇടപെട്ടു. എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലാണ് പരിഷ്കാരവും തിരുത്തലും നടപടികളും വേണ്ടത്. നമ്മൾ ആ പാതയിൽ മുന്നോട്ട് പോകുമ്പോൾ അത് വളരെ പ്രോഗ്രസീവായിട്ട് നമുക്ക് വലിയ ആവേശം നൽകുന്നതാണ്, നമുക്ക് വളരെ തൃപ്തി നൽകുന്ന നിലയിൽ സുപ്രീം കോടതി പോലെ എൻഡോഴ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ നാടിനെ. അവിടെയാണ് സിനി എംപ്ലോയീസ് ആക്റ്റും റെഗുലേറ്ററി കമ്മീഷനും ഒക്കെ വേണം സിനിമയ്ക്ക് എന്ന് പറയുന്നത്. അതിലൂടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് നേരെയുള്ള പലതരം വിവേചനം, നേരത്തെ ദീപ സൂചിപ്പിച്ചു, ഇതെല്ലാം അവസാനിപ്പിക്കുന്നതിനും വളരെ ആർജവത്തോടുകൂടി പോയി പറയുന്നതിനും അതിനൊരു നിയമപരമായ ഫ്രെയിംവർക്ക് വരുന്നതിനും ഒക്കെ ഇടവരുത്തും. അപ്പോൾ ആ നയരൂപീകരണത്തിലേക്ക് ഒരു നീക്കം സർക്കാർ നടത്തുമ്പോൾ അതിനെ പിന്തുണയ്ക്കാൻ പ്രതിപക്ഷം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഗുണപരമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള എന്ത് മാറ്റത്തിനും ഞങ്ങൾ തയ്യാറ് തന്നെയാണ്. ഞങ്ങളതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. സിനി എംപ്ലോയീസ് ആക്ട് എനിക്ക് തോന്നുന്നു 1981 മുതൽ നിലവിലുള്ള ഒരു സംഭവമാണത്. ഇവിടെ ഇപ്പോൾ ഞാൻ ഇതിലേക്ക് വരാം. ഞാൻ ശ്രീ അനിൽകുമാർ പറഞ്ഞൊരു കാര്യം, അന്തസ്സായിട്ട് കുടുംബമായിട്ട് താമസിക്കുന്ന ആൾക്കാരുടെ മേളിൽ ചെളിവാരി എറിയാൻ അനുവദിക്കില്ല എന്ന്. അങ്ങനെ ചെളിവാരി എറിയരുത്. അന്തസ്സോടെ താമസിക്കുന്നവരെ ചെളിവാരി എറിയാതിരിക്കാൻ വേണ്ടിയാണ് ഈ അന്തസ്സില്ലായ്മ കാണിച്ചവരെ വെളിയിൽ കൊണ്ടുവരണമെന്നുള്ള, പൊതുജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പറയുന്നത്. അല്ലെങ്കിൽ ഈ അന്തസ്സോടെ ജീവിക്കുന്നവരും സംശയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കും. ഇപ്പോൾ ആരായിരിക്കും ഇത് ചെയ്തതെന്നുള്ള സംശയമാണ് ജനങ്ങളുടെ ഉള്ളിൽ. അത് അന്തസ്സായിട്ട് ജീവിക്കുന്നവരെയും കൂടെ പ്രതികൂട്ടിലാക്കുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത്. അതിന് മൊഴി കൊടുത്തവർ കൂടി തയ്യാറാകണ്ടേ? ഒരു റിപ്പോർട്ട് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഇത്രയധികം ഇപ്പൊ പറയുന്നുണ്ട്, ഞങ്ങൾ ആലോചിക്കുന്നു, ഒരു ട്രിബ്യൂണലിനെ വെക്കുന്ന ആലോചിക്കുന്നു. സർ, ഇത് 4.5 വർഷമായി ഈ റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിലുണ്ട്. ഇത് വായിച്ചിട്ട് അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ടൊരു ട്രിബ്യൂണൽ വെക്കണം എന്ന് തോന്നിയില്ല? അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഗുണപരമായ മാറ്റങ്ങൾ ഇതിൽ വരുത്തണമെന്ന് തോന്നിയില്ല? അതിനുശേഷം തന്നെ എത്രയോ അട്രോസിറ്റീസ് ഇവിടെ സ്ത്രീകൾ തന്നെ മീറ്റു പോലുള്ള കാര്യങ്ങൾ. ഞാൻ ചോദിച്ചത്, ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ കാലത്താണല്ലോ ദീപ കുറച്ചുകൂടി ഇപ്പോൾ ഈ കേസ്, ഈ താങ്കൾ പറഞ്ഞ കേസ് വരണമെങ്കിൽ ആരാണ് ഈ സ്ത്രീകൾ, മൊഴി നൽകിയ സ്ത്രീകൾ ഒരു നിലപാടെടുക്കണ്ടേ? ഭാഗത്തുനിന്നും സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുമൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയം ശരിയാണ്, ചെയ്തോളൂ. നിങ്ങളിനി എത്ര ന്യായീകരിച്ചാലും ഞാൻ ന്യായീകരിക്കാനൊന്നുമില്ല. പുതിയ വിഷയം വരാൻ നിങ്ങൾ സമ്മതിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ഭീകരത ഈ ഒരു രംഗത്ത് ആദ്യം തന്നെ ഇത് പറഞ്ഞു നിങ്ങൾ. അതിനെതിരെ ഒരു സ്റ്റെപ്പും എടുക്കാതെ ഇനി ഞങ്ങൾ ട്രിബ്യൂണൽ ഉണ്ടാക്കും, ഇനി ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ റിപ്പോർട്ട്, ഞാൻ അദ്ദേഹം ശ്രീ വിനു കിരിയത്ത് ചോദിച്ച ചോദ്യം ഞാൻ വേറൊരു രീതിയിൽ ചോദിക്കുവാണ്. ആരും മൊഴി തന്നില്ല എങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മേൽ ഇനി ഒരു നടപടിയും ഉണ്ടാവില്ലേ? ആരും മൊഴി തരാൻ തയ്യാറല്ല. എന്താവും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഇനി ഒരു നടപടി ഉണ്ടാവുമോ ഇല്ലയോ? ഗവൺമെന്റിന് എന്തെങ്കിലും ഒരു ഞാൻ പറയുന്ന കുറ്റവാളികൾ നമ്മുടെ മുമ്പിൽ നിർത്തുകയാണ്. 1, 2, 3, 4 എന്ന് പറഞ്ഞ് നിൽക്കുവാണ്. മൊഴികളിൽ കുറ്റവാളികൾ ആരൊക്കെയാണെന്നുണ്ട് 15 അംഗ പവർ. ഈ സ്ത്രീകൾ കൊടുത്ത മൊഴി അവരെ കുറ്റവാളികൾ എന്ന നിലയിലല്ലാതെ സിനിമ ഇൻഡസ്ട്രിയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണെങ്കിലോ ദീപ എന്തു ചെയ്യും? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അകത്ത് മൊഴികളാണുള്ളത്.
ഇപ്പോൾ ഈ 1, 2, 3, 4 എന്ന് പറഞ്ഞു. ഞാൻ 4 പറയണ്ട, 1, 2, 3, 4 കുറ്റവാളികൾ ഉണ്ടെന്ന് പറഞ്ഞു. ശരി, 4 പറയണ്ട, ഒരെണ്ണം പറയൂ. ഞാൻ ആരുടെയും പേര് പറയാം, ഞാൻ ആ റിപ്പോർട്ട് വായിച്ചിട്ടില്ല. ഒരെണ്ണം ഞാൻ ആ റിപ്പോർട്ടിൽ പേര് പരാമർശിക്കുന്ന ഭാഗം ഞാൻ അതിന്റെ അതോറിറ്റി അല്ല, എന്റെ കയ്യിലല്ല റിപ്പോർട്ട് കൊണ്ട് തന്നത്. പേര് പരാമർശിക്കുന്ന ഭാഗം ഇല്ലല്ലോ. ഗവൺമെന്റ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ റിപ്പോർട്ട് മുഖ്യമന്ത്രി വായിച്ചിട്ടുണ്ടാവും, അതുമായി ബന്ധപ്പെട്ട ഉന്നത രാഷ്ട്രീയക്കാർ വായിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ പേരുകൾ അറിയാം, നിങ്ങൾ അത് വെളിപ്പെടുത്താതെ എന്തുകൊണ്ടെന്നാണ് പൊതുസമൂഹത്തിന്റെ വെളിപ്പെടുത്തിയാൽ കേസാവില്ലല്ലോ. ഇത് ഇവിടെയാണ് പ്രശ്നം. എനിക്കേതായാലും ഇടവേളയിലേക്ക് പോയേ പറ്റൂ. ഞാൻ ഇടവേളയിലേക്ക് പോകുന്നു. തിരിച്ച് വളരെ ചുരുക്കം മിനിറ്റിൽ ഈ ചർച്ച അവസാനിപ്പിക്കാം. വെളിപ്പെടുത്തി ഏതെങ്കിലും രാഷ്ട്രീയമായ ഒരു മസാല ചർച്ചയ്ക്കപ്പുറം സിനിമാ മേഖലയെ മെച്ചപ്പെടുത്തുന്നതിന് എന്താണ് കമ്മീഷന്റെ ഊന്നൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. അതിനെ ആ നിലയിൽ സമീപിച്ചാൽ മാത്രമേ നമുക്കൊരു കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ശരിയായ ചർച്ച സാധ്യമാകൂ. വിനുകിര്യത്ത്, ഈ കമ്മിറ്റിക്ക് മുമ്പാകെ ഈ വിധം മൊഴി നൽകിയത് സ്ത്രീകളാണ്. ആ ഭാഗങ്ങളൊക്കെയും ഇപ്പോൾ പൊതുചർച്ചയ്ക്ക് വിധേയമാകാത്ത വിധം ഒഴിവാക്കിയിട്ടു. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ഈ ചർച്ചയുടെ ഭാഗമായി പറയുന്നത് കേട്ടാൽ സർക്കാരിൻ്റെ പക്കലുള്ള ആ റിപ്പോർട്ടിലെ ആ പേരുകളോ മറ്റുമൊക്കെ എടുത്തു വെച്ചിട്ട് ഈ മൊഴി നൽകിയ സ്ത്രീകളുടെ അനുമതിയില്ലാതെ അവർക്ക് കൊടുത്തൊരു ഉറപ്പൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. അതെല്ലാം മറന്ന് ആ സ്ത്രീകളുടെ അനുമതിയുമില്ലാതെ ഒരു കേസ് എന്ന നിലയിലേക്ക് ഒരു സംവിധാനം, ഒരു ഏജൻസി, ഒരു സർക്കാർ, ഒരു സ്റ്റേറ്റ് പോകുന്നതും ഉചിതമാണോ? അവരുടെ ഒരു അനുമതിയും താല്പര്യവുമില്ലാതെ പോയാലും അത് നിൽക്കുമോ? തീർച്ചയായിട്ടും ഒരിക്കലും അല്ല, പോയാൽ നിൽക്കില്ല. അത് ന്യായമാണ്, യാതൊരു സംശയമില്ല. എന്താ പറയണത്, ഒരു ആൾക്കെതിരെ പരാതി പറയുന്നു, ആർക്കെതിരെ അതവിടെ വ്യക്തമല്ല. ആര് പറയുന്നു അതും വ്യക്തമല്ലെങ്കിൽ പിന്നെ ആർക്കെതിരെ കേസെടുക്കും? അപ്പോൾ ഒന്നുകിൽ ഈ WCC പ്രഹസനമായിരുന്നോ? എനിക്കത് മനസ്സിലാവുന്നില്ല. അവർ പറയണം, അവർ പരസ്യമായിട്ട് പറയട്ടെന്ന്, അവരെങ്കിലും പറയട്ടെ. ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിക്ക് പരസ്യമായിട്ട് വിളിച്ച് പറയാനൊന്നും പറ്റില്ലല്ലോ, ഒരു പക്ഷേ അറിയാമെങ്കിൽ പോലും. അപ്പോൾ അവർ പറയട്ടെ, അല്ലെങ്കിൽ അറിയാമെന്നുള്ളവർ പറയട്ടെ. ഇത് ചുമ്മാ നമ്മൾ കഥ അറിയാതെ ആട്ടം കാണുന്നു, ചർച്ചകൾ നടക്കുന്നു. 5-6 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു കമ്മിറ്റിയുമായി നമുക്ക് വീണ്ടും ചർച്ചയിൽ ഇരിക്കേണ്ടി വരും എന്നുള്ളത് സംഭവിക്കുകയുള്ളൂ ഇങ്ങനെ പോയാൽ. ഇതിനൊരു കൺക്ലൂഷൻ വേണം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് ആര് ഭയന്നിട്ടാണ്, അല്ലെ ആരെ സൂചിപ്പിക്കാനാണ്? റൈറ്റ്, പച്ചയ്ക്ക് പറയട്ടെ. എന്തിനാണ് ഇപ്പൊ കുറെ പേരുടെ ജോലി പോയല്ലോ പെൺകുട്ടികളുടെ, അല്ലേ? അവർ വരട്ടെ, അവർ രംഗത്ത് വരൂ. യെസ്. അപ്പോൾ അതായത് ദീപ, ഇത് ഈ കേസെടുത്ത് മുന്നോട്ട് പോകണമെന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും സഹായകരമായ നിലപാട് സ്വീകരിക്കേണ്ടത് ഇപ്പോൾ വിനുകിര്യത്ത് പറഞ്ഞതുപോലെ WCC ആണ്. ആ മൊഴി കൊടുത്ത ആളുകൾ, അവർ നേരിട്ട് ബോധ്യമുള്ള ആളുകൾ, അവർ കേസുമായി മുന്നോട്ട് വരാൻ ഒരു ആർജവം കാട്ടേണ്ടതുണ്ട്. WCC അതിനിപ്പോൾ സർക്കാരിൽ വലിയ വിശ്വാസത്തോടു കൂടി തന്നെ ആ സംവിധാനം നിൽക്കുകയുമാണ്. അങ്ങനെയാണെങ്കിൽ WCC ആ ഉത്തരവാദിത്വം വിനുകിര്യത്ത് പറഞ്ഞ പോലെ ഏറ്റെടുക്കണം എന്നാണ് സർക്കാരിനോട് WCCക്ക് അത്രയധികം വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അത് ചെയ്യുമല്ലോ. കാരണം അവർക്ക് ഒരു പക്ഷേ സർക്കാരിനോട് വിശ്വാസമില്ലാത്തത് കൊണ്ടായിരിക്കും അവർ മുന്നോട്ട് വരാത്തത്. എന്നവർ പറഞ്ഞിട്ടില്ല, അവർ പറഞ്ഞിട്ടില്ല. പക്ഷെ അവർ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം സർക്കാരിനോട് അവർക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട്. ഈ 4.5 വർഷം കൊണ്ട് ഞാൻ പറയാം, ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്ന് ഇതൊരു സാധാരണ കേസായി പോകുമായിരുന്ന ഒരു കേസ്, ശരിക്കും പറഞ്ഞാൽ WCCയിൽ അംഗമായിരുന്ന ഒരു പ്രമുഖയായ നടിയാണ് ഇതിൻ്റെ അകത്തൊരു കോൺസ്പിറസി ഉണ്ടെന്നുള്ള ഒരു ആരോപണം ആദ്യമായിട്ട് പറയുന്നത്. അതിന് പിന്നാലെയാണ് ഈ WCCയിലുള്ള പലരും പല വെളിപ്പെടുത്തലുകളും നടത്തിയതിന്റെ അടിസ്ഥാനത്തിലും അവർ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിക്ക് പരാതി ഉൾപ്പെടെ തരികയും ചെയ്തു. ഈ ഒരു നമ്മുടെ നാട്ടിലെ പോലീസ് അത് മനസ്സിലാക്കി ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഹേമ കമ്മിറ്റി അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതും അങ്ങനെ ഒരു റിപ്പോർട്ടിന് ഈ ഒരു റിപ്പോർട്ട് ഉണ്ടാവാൻ കാരണവും. പക്ഷെ എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോ ചോദ്യം മാത്രം, ഈ ഒരു WCCയിൽ നിന്നോ മറ്റാരുമോ ഒരു പരാതി കൊടുക്കാൻ തയ്യാറായി വന്നില്ലെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇത് വെച്ച് ഗവൺമെന്റ് എന്ത് സ്റ്റെപ്പായിരിക്കും എടുക്കാൻ പോകുന്നത്? ഏതായാലും ഇതിലെ പ്രശ്നം ശ്രീ അനിൽകുമാർ, ഹേമ കമ്മിറ്റിയെ കാണുന്നത് ആ നിലയിൽ ഇതൊരു പഠന റിപ്പോർട്ടാണ്, സിനിമയെ സമഗ്രമായി നവീകരിക്കാനുള്ള പഠന റിപ്പോർട്ടാണ് എന്ന് പറയുന്ന ആ ഭാഗത്തെ മാറ്റി നിർത്തി ഇതിലെ ആ സെൻസേഷണൽ ഏരിയയാണ് ആകെ ഹേമ കമ്മിറ്റി എന്ന നിലയിലാണ് ഇതിനെ കാണുന്നത്. ശ്രീ അനിൽകുമാറിന്റെ മറുപടി, ശ്രീ അനിൽകുമാറിന്റെ ദീപയുടെ ചോദ്യത്തിനുള്ള മറുപടി. അത് നടത്തണം, പക്ഷേ ഇതിനെതിരെ നടപടി ഉണ്ടാകണം. ദീപയുടെ ചോദ്യത്തിനുള്ള ഒരു ചെറിയ മറുപടി, നമ്മുടെ സമയം തീരുന്നു. 1-2 വാചകം പ്ലീസ്. കൃത്യമായ നടപടിയുണ്ട്. അനഭിലഷണീയമായ ഏതെങ്കിലും കാര്യം സിനിമാ മേഖലയിൽ എന്നല്ല ഏത് മേഖലയിൽ നടന്നാലും കേരള സർക്കാർ ഇരകൾക്കൊപ്പം നിന്ന് നിയമവാഴ്ച ഉറപ്പുവരുത്തുവും തെളിയിച്ചിട്ടുണ്ട്. നാളെയും അത് തുടരും. നമുക്ക് ഏതായാലും ഈ ചർച്ച പ്രധാനപ്പെട്ട കാര്യം,
ഇന്ന് ഉയർന്നു വന്ന വിഷയങ്ങളിൽ കൃത്യമായ നടപടിക്ക് സർക്കാർ തീരുമാനമെടുത്തു. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഓക്കെ. എന്നിട്ടും പ്രതിപക്ഷത്തിന് ഉറക്കം വരാത്തതിന് കാരണം അവർക്ക് ഉറക്കമില്ലാത്ത രാവുകളാണ് ഇനിയും കാത്തിരിക്കുന്നത്. അത് നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം കളിക്കുക. ദീപയുടെ ഒരു ചിരിയിൽ ഞാൻ തൽക്കാലം അത് ഒതുക്കുകയാണ്, സമയക്കുറവുകൊണ്ടാണ്. പ്ലീസ് ദയവായി നമുക്ക് അടുത്ത ചർച്ചയിലാവാം. എല്ലാവർക്കും നന്ദി. ഒരു കാര്യം മാത്രം, 2 വാചകം. മാധ്യമപ്രവർത്തകൻ ശ്രീ KJ ജേക്കബിൻ്റെ ഏറ്റവും പുതിയൊരു പോസ്റ്റ് ഇതിനിടയിൽ കണ്ണിൽ ഉടക്കി. അങ്ങേയറ്റം സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ ഒരു വിഭാഗം മാധ്യമങ്ങളും മനുഷ്യരും വീണ്ടും ഉത്തരവാദിത്തരഹിതമായും ഇൻസെൻസിറ്റീവായും പെരുമാറുന്നു എന്ന് പറയുന്നതിൽ ഖേദമുണ്ട്. ഈ നാട്ടിൽ ഇപ്പോൾ നടന്നു വരുന്ന ഒരു പൊതു അവസ്ഥയെക്കുറിച്ചാണ് അത് പരാമർശിക്കുന്നത്. നമ്മൾ ഈ ചർച്ച ചെയ്ത വിഷയത്തെ തന്നെയാണത് പരാമർശിക്കുന്നത്. അപ്പോൾ ഏതായാലും ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.